രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. അത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവെടുത്തുകളാണല്ലോ. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് കർത്തൃദാസിയോട് അപേക്ഷിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ഇത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹവും വർദ്ധിച്ചിട്ട് ഈ ലോകത്ത് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൊണ്ട് ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ അതിന്റെ 14 വരെയുള്ള തിരുവെടുത്താണ് ഇവിടെ വായിച്ച് കേട്ടത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഈ തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ചില കാര്യങ്ങൾ നമുക്ക് വചനത്തിൽ നിന്ന് ചിന്തിക്കാം. വളരെ ശ്രേഷ്ഠരായ, ഓർപ്പിച്ചതുപോലെ പ്രഗത്ഭരായ, പ്രശസ്തരായ വചന പരിജ്ഞാനവും അറിവും ആത്മീയ പരിജ്ഞാനവും പക്വതയും ഉള്ളവരാ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ശുശ്രൂഷിച്ചത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിൽ ശുശ്രൂഷകളും യാത്രകളും ഒക്കെ ഉള്ളതുകൊണ്ട് തൊണ്ടയ്ക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാലിന് നല്ല വേദനയൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ ഞാൻ വേദന അഥവാ പ്രയാസം തോന്നുകാന്ന് ഒന്ന് ഇരിക്കും. അപ്പം നിങ്ങൾ കിടന്നുകൊണ്ട് കേൾക്കരുത്, ഇരുന്നുകൊണ്ട് തന്നെ കേൾക്കണം. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് വളരെ പരിചിതമായ വാക്യമാണ് വായിച്ചത്. തീത്തോസിന്റെ ലേഖനം. ഇത് ഒരു ഇടയ ലേഖനമാണ്. സാധാരണ ഇടയലേഖനങ്ങളായിട്ട് തീമോത്തിയോസിന്റെ 2 ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനങ്ങളുമാണ് പറയുന്നത്. എന്നാൽ ഫിലേമോന്റെ ലേഖനവും ഇടയലേഖനമായിട്ട് ചെലുത്താം. അത് കാരാഗ്രഹ ലേഖനത്തിൽ പെട്ടതാ. എന്നിരുന്നാലും അതിവ് നിനക്കത്ത് ചെലുത്താം. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളാണ്. മൊത്തം 27 പുസ്തകം. ഇത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. മതി മൊബൈലെടുത്തത്. ഇനി അത് വെക്കാം, 2 പേരും വെക്കാം. വേദപുസ്തകം എടുക്കാം. അത് വാക്യം വായിച്ചു തരണം, ഞാൻ പറയാം. അപ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകം. ബാക്കി ഞാൻ പറയെടുത്ത് ബൈബിൾ കൈവെക്കണം, വായിച്ചു തരണം. 27 പുസ്തകം പുതിയ നിയമത്തിലെ. പഴയ നിയമത്തിലെ 39 പുസ്തകം. എഴുന്നേറ്റ് പോകരുത്, അവിടെ ഇരിക്കണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പം പോകരുത്. അപ്പോൾ ഇങ്ങനെ മൊത്തം 66 പുസ്തകങ്ങൾ. ഈ 66 പുസ്തകങ്ങൾ ഏതാണ്ട് 4 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ട് എഴുതിയതാണ്. അതിൽ മിക്കവരും തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. പലരും പല രാജ്യങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട് ജീവിച്ചവരാ. ഒന്നുകൂടെ പറഞ്ഞാൽ പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരാ. പക്ഷെ ഇവര് ഇത് എഴുതി വന്നപ്പോൾ ഇതെല്ലാം ഒത്തെന്നുള്ളതായി ഇതിന്റെ വിശേഷത. നാട്ടിടയന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്, ഭരണതന്ത്രജ്ഞന്മാരുണ്ട്, മീൻപിടുത്തക്കാരുണ്ട്, ഡോക്ടറുണ്ട്, ഇങ്ങനെ ഓരോ മേഖലകളിൽപ്പെട്ടവരുണ്ട്. പക്ഷെ അവരെ എല്ലാം ദൈവം തൻ്റെ കരത്തിലെടുത്തെന്നുള്ളതാ. ദൈവം ആരെയും തൻ്റെ കരത്തിലെടുക്കും. ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ട് മാത്രമല്ല ദൈവവേല ചെയ്യിപ്പിക്കുന്നത്. അല്ലാത്ത വേലയൊക്കെ ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാ. മിലിറ്ററിയിലൊക്കെ അതിന് നീളമുണ്ട്, നെഞ്ചുവീര്യമുണ്ട്, തൂക്കമുണ്ട്. അതൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അങ്ങോട്ടുള്ളൂ. അല്ലാതെ നമ്മൾ എന്നാലൊന്നും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടുക്കുകയല്ല. അതിലും ശ്രേഷ്ഠമായി ഈ വേല. പിന്നെ മൊബൈൽ വെച്ചുകൊണ്ടിരിക്കുന്നല്ലോ, ലൈവാ. ആയിക്കോട്ടെ, നമ്മളെ അതിന് കൊള്ളാം. വേലയ്ക്കും കൊള്ളാം. മിലിറ്ററിയിൽ എന്നെ നിങ്ങളെയും കൊള്ളുകയല്ല. ഈ
ചിമ്മിഴി പോലിരിക്കുന്ന എന്നെ മിലിറ്ററിയിൽ എടുക്കുമോ? എന്നെ എടുക്കുകയില്ല, നിങ്ങളെ എടുക്കുകയില്ല, നമ്മളെ ഈ വേലയ്ക്ക് കൊള്ളാം. അപ്പോൾ മറ്റ് ഓരോ മേഖലകളിലും അതിനെ ഓരോരുത്തരെ ആക്കുന്നുണ്ട്, അതിനൊക്കെ ക്രമീകരണമുണ്ട്. പക്ഷേ ഈ വേല സമർപ്പണത്തോടെ ആര് വന്നാലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് നിറം വിഷയമല്ല, നിലവാരമൊന്നും വിഷയമല്ല, പഠിപ്പൊന്നും വിഷയമല്ല, കുടുംബശ്രേഷ്ഠത വിഷയമല്ല, പണമൊന്നും വിഷയമല്ല. ആര് സമർപ്പണത്തോടെ വരുന്നോ അവരെ ദൈവം എഴുന്നേൽപ്പിക്കും. അപ്പോൾ വിവിധ മേഖലകളിൽപ്പെട്ടവരെ കൊണ്ട് ആ ദൈവം ഈ പുസ്തകം എഴുതിപ്പിച്ചത്. അതിലെ പഴയ നിയമത്തിലെ 39 പുസ്തകം 38 പേരാണ് എഴുതിയത്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേരാണ് എഴുതിയത്. ആ 8 പേര് മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്, യാക്കോബ്, യൂദ, മർക്കോസ്, ലൂക്കോസ്. ഇതാണ് 8 പേര്. ആ 8 പേരിൽ 4 പേര് അപ്പോസ്തലന്മാരാണ്. മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ് 4 പേര് അപ്പോസ്തലന്മാരാണ്. 4 പേര് അപ്പോസ്തലന്മാരല്ല, അറിയാമല്ലോ. യാക്കോബും യൂദയും മർക്കോസും ലൂക്കോസും അത് അപ്പോസ്തലല്ല. എന്നാൽ അവർ 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ ശുശ്രൂഷയിൽ വളരെ വ്യാപൃതരായവരാ, ലൂക്കോസും മർക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും ശുശ്രൂഷയിൽ വളരെ ശക്തിയോടെ പ്രവർത്തിച്ചവരാ. നാം ഇന്ന് രാത്രി വായിച്ചത് തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നാണ്. ഓർപ്പിച്ചല്ലോ, ഈ ലേഖനങ്ങളെ തരംതിരിച്ച് പഠിക്കാറുണ്ട്. അപ്പോൾ ഇടയ ലേഖനങ്ങളിൽപ്പെട്ട ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം, ഇടയ ലേഖനം. ലേഖനങ്ങളെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ അത് മുഴുവൻ ഉപദേശങ്ങളാണ്. ലേഖനങ്ങൾ മുഴുവൻ ഉപദേശമാണ്. അപ്പോൾ ദൈവസഭയ്ക്ക് ആവശ്യം ഉപദേശമാണ്, അല്ല എല്ലാവർക്കും ആവശ്യം ഉപദേശമാണ്. അതുകൊണ്ടാണ് ഉപദേശമാരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ചത്. ഇപ്പൊ അങ്ങനെ അധികം ഇല്ല, എല്ലാം പാസ്റ്റർമാരും റവറന്റുമാരും ഡോക്ടർമാരുമാണ്. ഈ ഡോക്ടർമാർ കണ്ടവാനം കൂടിയത് കൊണ്ട് എല്ലാം രോഗികളുമാണ്. അതെ, സഭയ്ക്കകത്ത് ഇപ്പൊ ഇഷ്ടം പോലെ ഡോക്ടർമാരുള്ളത് കൊണ്ട് എല്ലാത്തിനും രോഗമാണ്, സഭയ്ക്കോട്ട് നടക്കുന്നുമില്ല. കാരണം ഒത്തിരി ഡോക്ടർമാർ കൂടി. പണ്ട് അധികം ഡോക്ടർമാരില്ലായിരുന്നു, അതുകൊണ്ട് അധികം രോഗിയില്ല, ഉള്ള രോഗി സൗഖ്യമാകുകയും ചെയ്യും. ഇപ്പൊ ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട്, രോഗിയും കൂടുതലാ, വലിയ സൗഖ്യവും നടക്കുന്നില്ല. പിന്നെ പൊട്ട് കുഴച്ച് എവിടെയെങ്കിലും വെക്കണ്ടേ, അത് പിന്നെ കമ്പയെ കുത്തിക്കൊണ്ട് കണക്കുക. ആട്ടെ, ഇനിയും ഡോക്ടർമാരെ എഴുന്നേൽപ്പിക്കട്ടെ. എന്തായാലും ദൈവസഭയ്ക്ക് ആവശ്യം ഉപദേശമാണ്. 21 ലേഖനങ്ങളും ഉപദേശമാണ്. 21 ലേഖനം. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണം. മോനെ എനിക്ക് തിരിച്ചു വെച്ചാൽ കുഴപ്പമില്ല, ഒരു സുഖം വരുന്നില്ല. എനിക്ക് ഫീഡ്ബാക്ക് ഇത് ഒരെണ്ണം ഉള്ളോ? ആ ഉള്ളതാട്ടെ. എവിടെ വെക്കണം? മോനെ ഇത് ഇച്ചിരൂടെ കൂട്ടാം, ഇത് കൂട്ടിയാൽ മതിയോ? ആ, ദൈവത്തിന്റെ മകത്ത്. ആ, അപ്പോഴ് ഇപ്പം വലിയ കുഴപ്പമില്ല. അപ്പൊ 21 ലേഖനങ്ങളെല്ലാം ഉപദേശപരമായ വിഷയങ്ങളാണ്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗവും ഉറക്കപ്പുള്ള തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം, മോനും എന്നെ സഹായിക്കണം. ദൈവത്തിന് മകത്ത്. നാളെ ഉണ്ട്, നാളെ ചെന്നാമറ്റെത്താം, മറ്റന്നാളും ഉണ്ട് മുണ്ടത്താനെത്താം. എല്ലാ ദിവസവും ഇതാ. അപ്പോൾ ലേഖനങ്ങളെല്ലാം ഉപദേശങ്ങളാണ്. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണമാണ്. അതാ റോമാലേഖനം. കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണമാണ്. ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ സ്വാതന്ത്ര്യമാണ്. ഗലാത്യ ലേഖനം കഴിഞ്ഞ ഏത് ലേഖനമാണ്? എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ചവരുടെ സ്ഥാനമാനങ്ങളാണ്. അത് കഴിഞ്ഞ ഏത് ലേഖനം? എനിക്കൊന്നും മറവില്ല. എഫേസ്യ ലേഖനം കഴിഞ്ഞ് ഫിലിപ്പിയ ലേഖനം ആ സ്ഥാനമാനം പ്രാപിച്ചവരുടെ സന്തോഷത്തെ കാണിക്കുന്നു.
അത് കഴിഞ്ഞ് ഏത് ലേഖനാ മോനെ? വല്ല അറിവുണ്ടോ? ഒന്നും. അവൻ സത്യം പറയുന്നത് കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഫിലിപ്പിയ ലേഖനം കഴിഞ്ഞ് കൊലോസ്യ ലേഖനമാണ്. അങ്ങനെ സന്തോഷം പ്രാപിച്ചു വരുന്നവർക്ക് അവകാശങ്ങളുണ്ട്. അതാണ് കൊലോസ്യ ലേഖനം, അവകാശമാണ്. കൊലോസ്യ ലേഖനം കഴിഞ്ഞ് ഏത് ലേഖനാ മോളെ? മൊബൈലെടുത്ത് ഫോട്ടോ എടുത്തായിരുന്നല്ലോ. ഇങ്ങോട്ട് നോക്കി കൊച്ചെ, ഇങ്ങോട്ട് നോക്കൂ കൊച്ചെ. ഏതാ? ഏതേലും ആട്ടെ മോള് പറ, ഉറക്കെ പറ. തലയിൽ തുണിയും കൂടെ ഇട്ടു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ തെസ്സലോനിക്ക നമ്മുടെ പ്രത്യാശയ്ക്ക് ഉതകുന്ന ലേഖനങ്ങളാണ്. അവകാശം പ്രാപിക്കുന്നവർക്ക് ഒരു പ്രത്യാശയുണ്ട്. അതാണ് 4:13 മുതൽ. ആ പ്രത്യാശയുള്ളവർക്കുള്ള ഉപദേശങ്ങളാണ് തീമോഥെയോസിന്റെ 1-2 ലേഖനവും ഈ തീത്തോസിന്റെ ലേഖനവും. സഭയിൽ വരുന്നവരുടെ നടപടിക്രമങ്ങൾ, സഭയിൽ എങ്ങനെ നടക്കണം, അങ്ങനെ എഴുതിയിരിക്കുന്ന. സഭയിൽ എങ്ങനെ നടക്കാം ഒക്കത്തില്ല, എങ്ങനെ നടക്കണം, ഏത് വിധത്തിൽ നടക്കാം ഒക്കത്തില്ല. ഇതിനകത്ത് പ്രമാണമുണ്ട്. അതാണ് തീമോഥെയോസിന്റെ 1-2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും. തീത്തോസിന്റെ ലേഖനം കഴിഞ്ഞാൽ അടുത്ത ലേഖനം ഏതാ മോളെ? മോളെ ഏതാ? അവർക്ക് വലിയ തിട്ടമില്ല. മോക്കറിയാമോ? ഇല്ല. നിങ്ങൾക്ക് ആർക്കും പുസ്തകക്രമം അറിയാമോ? ഇല്ലല്ലയോ? വായിക്കുന്ന അമ്മ പറഞ്ഞേട്ടമ്മേ, ഉറക്കെ പറഞ്ഞു. ഫിലേമോന്റെ ലേഖനമാണ്. ഫിലേമോന്റെ ലേഖനം നമ്മുടെ പ്രതിഷ്ഠയെയും ഉറപ്പിനെയും തീരുമാനത്തെയും സമർപ്പണത്തെയും കാണിക്കും. ഒരു സമർപ്പണം വേണം. നേരത്തെ പ്രയോജനമാകാത്തവനായിരുന്നു, ഇപ്പം ഒരു സമർപ്പണവും പ്രതിഷ്ഠയൊക്കെ വേണം. ഫിലേമോന്റെ ലേഖനം കഴിഞ്ഞാൽ അടുത്തത് എബ്രായ ലേഖനം. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി വെച്ചെന്ന എബ്രായ ലേഖനത്തിൽ ഭാരപ്പെടുമെന്ന് വേണ്ട കരുതി വെച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലേഖനം യാക്കോബിന്റെ ലേഖനം. ഇങ്ങനെ കരുതലൊക്കെ പ്രാപിച്ചവരും കരുതൽ അനുഭവിക്കുന്നവരൊക്കെ വല്ലതുമൊക്കെ ചെയ്യണം. റോമാലേഖനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. അതാകുമ്പം പിന്നെ പറയാം, വിശ്വാസത്താലുള്ള കണ്ണടച്ച് വിശ്വസിച്ച് ഉറക്കൂടും ആഴമായി വിശ്വസിച്ച് കിട്ടുമെന്ന് ഇങ്ങനെ ഞരമ്പ് പിടപ്പിച്ചാൽ പോരാ. വല്ലതുമൊക്കെ പ്രവർത്തിക്കണം. ഞാൻ വരുന്നുണ്ട്, ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതാണ് യാക്കോബ് പുസ്തകക്രമം നോക്കിയിരിക്കുക. ഞാൻ ചോദിക്കുമ്പോൾ തെറ്റാതെ പറയാം. ഞാൻ കണ്ടു മൊബൈലിലൊക്കെ കണ്ടു. ഇനിയും ചോദിക്കുന്നില്ല. ഞാൻ ഇനി അവരോടാ ചോദിക്കുന്നത്. പുള്ളി ഓർത്ത് ഇവിടെ ഇത് മെനക്കേടായല്ലോ, ഇയാള് വയ്യാവേലിയാണല്ലോ. എന്നാലും നോക്കുന്ന നല്ലതാ. അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം കരുതുന്നവരെ പ്രവർത്തിക്കണം. അതാണ് യാക്കോബിന്റെ ലേഖനം. അത് കഴിഞ്ഞ് ഉറക്കെ പറ. പത്രോസിന്റെ 2 ലേഖനങ്ങളാണ്. അത് ഭാവി പ്രത്യാശയെ കാണിക്കുക. നമ്മുടെ പ്രത്യാശ വളരെ ശ്രേഷ്ഠമായ ജീവനുള്ള പ്രത്യാശ. നമ്മുടെ ആർക്കും പ്രത്യാശയില്ല. നമ്മുടെ ആൾക്കാർ ഞാൻ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ കാര്യമാണ് നമ്മുടെ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉദ്ദേശിക്കാം. അല്ലാതെ ഇത് നമ്മുടേത് അത് മറ്റേത് അങ്ങനെ ചിന്തിക്കരുത്. മൊത്തം നമ്മുടെയാണ്. അപ്പോൾ നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ. ഈ പ്രത്യാശ ഇതര ആൾക്കാർക്കില്ല. അതിന്റെ ഒരു കാര്യം, ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ കാരളം നനയ്ക്കുമ്പോൾ പുത്തൻ ശരീരത്തോടെ വരും. എന്നാൽ ചിലര് ധരിക്കുന്നത് ഈ ശരീരത്തോടല്ല, ഏതാ വേറെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്ന് വാലാട്ടുകയും കൂവുകയും അപ്പച്ചനാന്ന് തോന്നും. ഇങ്ങനെയൊക്കെ ചെല്ലി പറയും. പക്ഷെ നമ്മുടെ പ്രത്യാശ വളരെ വലുതാ, നല്ലതാ. അത് നമുക്ക് ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകണ്ട. വലിയ പ്രത്യാശ. അതാണ് പത്രോസിന്റെ ലേഖനം. ജിപിയങ്കാര് ഒരു പാട്ട് പാടും, അറിയാം, നിങ്ങൾക്ക് അറിയാവുന്നതാന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ഒരു ശ്വാസം കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്, എന്നാ സങ്കടം. പാടിക്കോണം, എൻ്റെ കൂടെ പാടണം.
പ്രത്യാശയോടിവിടം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. പ്രത്യാശയോടിവിടം വിട്ടക്കരെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു. എത്തിടുവാനുണ്ടോ കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനാ ഉണ്ടോ ഇനി കാലദൈർഘ്യം. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനാ. മായാലോകെ പോരാടുന്ന ശക്തിയാകവേ നിത്യം ജയിച്ചപ്പൻപാതെ ചേർത്തിടേണം. ഹേ മായാലോകെ പോരാടുന്ന കാലദൈർഘ്യം എത്ര ദൈവത്തെ മഹത്വപ്പെട്ടത്. അതാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെ പ്രത്യാശയുള്ള ദൈവമക്കൾ യോഹന്നാന്റെ ലേഖനം പഠിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണ്. അണുവട മാറരുത്. ആ സ്നേഹം എല്ലാം ക്ഷമിക്കുന്ന, പൊറുക്കുന്ന, സഹിക്കുന്ന ആ സ്നേഹം അതായിരിക്കണം നമ്മിൽ വ്യാപരിക്കുന്നത്. ആ സ്നേഹത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യൂദ പഠിപ്പിക്കുന്നത് വീഴാതെ വണ്ണം നമ്മെ നിർത്തും. ഈ വിധത്തിൽ നീതീകരണം മുതൽ വിശ്വാസത്താൽ നീതീകരണം, റോമാലേഖനം ഈ നിലവാരത്തിൽ നീതീകരണവും വിശുദ്ധീകരണവും സ്വാതന്ത്ര്യവും അവകാശവും പ്രത്യാശയും സന്തോഷവും ഒക്കെ പ്രാപിച്ചിങ്ങനെ ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന മക്കളെ യൂദ പഠിപ്പിക്കുന്നത് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. സൂക്ഷിച്ച് പിന്നെ ലേഖനമല്ലെങ്കിലും വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷ്യം പറഞ്ഞാൽ നമ്മളെ നിത്യതയിലോട്ട് കൊണ്ടുപോവാം. ഇതാണ് പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലെ ഉപദേശം. അപ്പൊ 21 ലേഖനങ്ങളും ഉപദേശങ്ങളാണ്. നമ്മൾ ഇന്ന് രാത്രി തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതലാണല്ലോ വായിച്ചത്. സാവ് പാസ്റ്റേ പ്രസംഗം എപ്പം നിർത്തണം? 9-നാണോ 9:15-നാണോ 9:30-ക്കാണോ എപ്പം നിർത്തണം? നാളെ നമുക്ക് സഭായോഗം ഉള്ളതല്ലേ, അപ്പൊ ഒരു 9:30 നടത്താം. എന്താ? അപ്പൊ ശ്രദ്ധിക്കുക, തീത്തോസിന്റെ ലേഖനം ഉപദേശപരമായിട്ട് പഠിക്കുമ്പോൾ ഓർപ്പിച്ചല്ലോ, ഇത് ഇടയ ലേഖനങ്ങളാണ്. തിമോത്തിയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ഇടയ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം. ഇതിനെപ്പറ്റി വേദ പഠിതാക്കൾ പറയുന്നത് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം എത്ര അധ്യായമാണ്? അമ്മ എത്ര അധ്യായമാണ്? പറഞ്ഞാണ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം എത്ര അധ്യായമാണ്? അടുപ്പിച്ചിരിക്കുന്നു. ഉറക്കെ ആരെങ്കിലും പറഞ്ഞോ? 6. അപ്പോൾ 1-ാം ലേഖനം, തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6 അധ്യായമാണ്. വേദപഠിതാക്കൾ പറയുന്നത് അത് ഇടയലേഖനം. അതിന്റെ ചുരുക്കെഴുത്താണ് തീത്തോസിന്റെ ലേഖനമെന്ന്. ചുരുക്കെഴുത്ത്. കാരണം തീത്തോസിന്റെ ലേഖനത്തിൽ എത്ര അധ്യായമാണ്? 3. അപ്പൊ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6 അധ്യായം. അതിന്റെ ചുരുക്കെഴുത്താണ് തീത്തോസിന്റെ ലേഖനം 3 അധ്യായം. ഓടിച്ച് 1-2 കാര്യങ്ങൾ മുഖവര പറഞ്ഞ് ചെടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി കൃത്യസമയത്ത് നിർത്തും. ഇതിൽ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തിന്റെ ഒരു ചുരുക്കെടുത്താണ് തീത്തോസിന്റെ ഈ ലേഖനം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6 അധ്യായം, ഇത് 3 അധ്യായം.
ശരിക്ക് പഠിച്ചാൽ ആശയങ്ങൾ നോക്കിയാൽ ഏതാണ്ടൊക്കെ ഒരുപോലൊക്കെ തന്നെ ആയിരിക്കുന്നത്. ഇനി ഈ തീത്തോസിനെ പറ്റി പഠിക്കുമ്പോൾ ആരായി തീത്തോസ്? തീത്തോസ് തീത്തോസിന്റെ ശരിയായ ഇങ്ങനെയാ പറയുന്നത്, തീത്തോസ് ജസ്റ്റസ് എന്നാണ്. തീത്തോസിന്റെ, എനിക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ല, തെറ്റുകാണെ പറയണം. വലിയ വശമില്ല, വലിയ വശമൊന്നുമില്ല, വശമേ ഇല്ല. അപ്പോൾ തീത്തോസ് ജസ്റ്റസ്, അങ്ങനെ ഇദ്ദേഹത്തിന്റെ പൂർണ്ണ നാമമെന്നാ പറയുന്നത്. അതിന് ഒരു തെളിവുണ്ട്, ഒന്ന് വായിച്ചു. കൊരിന്ത്യർ അപ്പോസ്തല പ്രവൃത്തി 18:7 തോന്നുന്നു, ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 18:7. ചായ ഇരുട്ട താന്നതിലും വായിച്ച് സഹായിച്ചതിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി വെട്ടത്തിരിക്കുന്നവരൊന്ന് വായിച്ചേ, വായിക്കാം. അവൻ അവിടെ വിട്ട് തീത്തോസ് യൂത്തോസ് എന്ന, നന്നായിട്ട് വായിക്കമ്മേ, ഒന്നുകൂടെ വായിച്ചു. ഓ, അവൻ അവിടെ വിട്ട് തീത്തോസ് യൂസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, തീത്തോസ് യൂസ്തോസ് ഒരു പേരാ, രണ്ടല്ല, ഒരു പേരാ. തീത്തോസ് അല്ലെ, ശരിയായ നാമം ജസ്റ്റസ് എന്ന. അപ്പൊ ഇദ്ദേഹത്തിന്റെ പൂർണ്ണ പേരതാ, തീത്തോസ് ജസ്റ്റസ്. നല്ല പേരാ അല്ലയോ? ഇദ്ദേഹത്തെ പറ്റി 1-2 കാര്യം പറഞ്ഞ് അങ്ങ് വിട്ടേക്കാം. എല്ലാം പറഞ്ഞാൽ നിങ്ങൾ പറയും അങ്ങോട്ട് പോകാൻ പാലിലേക്ക് ഇന്ന് എന്തോ വായിക്കൊള്ളാത്ത 2 പേര് പറഞ്ഞേച്ച അയാള് പോയി. വായിച്ച അമ്മയാന്നെ കിടന്ന് വഴിയുകയും ചെയ്യുന്നു കേട്ട് എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് അതിനെപ്പറ്റി അധികം പറയുന്നില്ല. അപ്പൊ തീത്തോസ് യൂസ്തോസ്, യൂസ്തോസ് എന്ന പേര് ചിലര് കേട്ടിട്ടുണ്ട് ഇല്ലയോ? 3-4 യോസേപ്പാ പറയുന്നത് അവര്. അതേതാന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല. യു അറിയാമോ? അവരുടെ അതുകൊണ്ട് പിന്നെ നമ്മളെ പരിജ്ഞാനത്തോടെ വേണ്ടായോ? അല്ലെ അടുത്തല്ല ഒരു പുള്ളിക്കത് മനസ്സിലായി, എനിക്ക് വിളി കിട്ടി. വേറെ കേസാ. അപ്പം ഇദ്ദേഹത്തിന്റെ പേര് തീത്തോസ് യൂസ്തോസ്. ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റി പള്ളിയോട് ചേർന്നായിരുന്നു വീട്. അമ്മ ഒന്നുകൂടെ വായിച്ചമ്മേ. അവൻ അവിടെ വിട്ട് യൂസ്തോസ് എന്ന എന്നല്ല അമ്മ വായിച്ചു. യൂസ്തോസ് എന്ന ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിയോട് ചേർന്നിരിക്കുന്ന വീടായിരുന്നു. ഇനി വീട്ടുപേരും മിക്കവാറും പള്ളിപ്പറമ്പിലെന്നായിരിക്കും. അങ്ങനെ വീട്ടുപേരുള്ള ആൾക്കാരുണ്ട്. അത് വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല, പള്ളിക്കാർ കൊടുത്ത സ്ഥലമാണ്. ഗതിയും ഗത്യന്തരം ഇല്ലാതെ മനസ്സിലാകുന്നില്ല. എരഗതിയും പരഗതിയും ഇല്ലാതെ കിടന്ന പള്ളിക്കാർ കൊടുത്ത സ്ഥലമാണ്. അതിനെ വീട്ടുപേര് വെച്ചത്. അവിടെ ചെന്ന് വീട്ടുപേരല്ല, വീട്ടുപേര് ഒന്നും ഇട്ടില്ല. എവിടെ താമസിക്കുന്നത്? പള്ളിയോട് ചേർന്ന്. ആര് തന്നെ? പള്ളിക്കാർ. പള്ളിപ്പറമ്പിൽ. പിന്നെ പിള്ളേരിപ്പോൾ അമേരിക്കയിലും പേർഷ്യയിലും ഒക്കെ പോയപ്പോൾ വലിയ അക്ഷരത്തിൽ പള്ളിപ്പറമ്പിൽ ബഥേൽ. നിനക്കൊരു ഗതിയില്ലാതെ കിടന്നപ്പോൾ പള്ളിക്കാർ നിനക്ക് ഇച്ചിരി സ്ഥലം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പിടി കിട്ടുന്നുണ്ടല്ലോ. ചൊല്ലി പറയണ്ട, പള്ളിക്കുന്നേൽ എല്ലാം ഇങ്ങനെ കിട്ടിയതാ. പള്ളിക്കുന്നേൽ പള്ളിപ്പറമ്പിൽ. ഒന്നും പിടി കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഇങ്ങനെ പള്ളിയോട് തൊട്ടിരുന്നു. തന്നെ ഇദ്ദേഹം ഭക്തനാ, ദൈവഭക്തൻ. അങ്ങനെ എഴുതിയേക്കുന്നത്. വായിച്ചമ്മേ ഒന്നുകൂടെ. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമണിയായ അല്ലല്ല, ഭക്തനെന്നുണ്ട്, ദൈവഭക്തൻ അങ്ങനെ ഉണ്ട്. ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അതാ അമ്മ പേര് പറഞ്ഞില്ല. അമ്മയ്ക്ക് മനസ്സിലായി. പരിവക്കേടാണ്. എനിക്ക് മനസ്സിലായി, എന്നാലും കുഴപ്പമില്ല.
അപ്പോൾ യൂസ്തോസ് എന്ന ദൈവഭക്തൻ. അപ്പൊ തീത്തോസ് ആരാന്നായി പഠിക്കുന്നത്? ഒന്ന്, ദൈവഭക്തനാണ്. രണ്ട്, പള്ളിയോട് ചേർന്ന പുള്ളിയുടെ വീട്. ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ 18:1 വായിച്ചമേ. 18:1. അനന്തരം അവൻ അതേന്റെ വിട്ട് കൊരിന്തിയിൽ ചെന്നു. കൊരിന്തില, ഇത് കൊരിന്തില. അപ്പൊ തീത്തോസിന്റെ വീട് കൊരിന്തിലായിരുന്നെന്ന. ഒറിജിനൽ വീട് ഇവിടെ അല്ലായിരുന്നെന്ന. എന്നാൽ ഏറെക്കാലമായിട്ട് കൊരിന്തില, പള്ളിയോട് ചേർന്ന് ദൈവഭക്തനുമായിരുന്നു. നല്ല മനുഷ്യനാ ഈ തീത്തോസ്. എന്നാൽ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇദ്ദേഹം യവനായിരുന്നു. യവനൻ നിങ്ങളെ വാക്യം യവൻ ഗലാത്യ ലേഖനം എടുത്ത് വചനത്തിൽ നാമ്പ പിന്നെ എൻ്റെ കൊങ്ങായിക്ക് ആരും പിടിക്കുകയായിരുന്നു. യവനൻ എന്ന റെഫറൻസ് അങ്ങ് മറന്നുപോയി. നിങ്ങൾ ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചാൽ വളരെ നല്ലതായിരുന്നു. യവനൻ. ആ റെഫറൻസ് എത്രയാ സഹോദരി? ഗലാത്യ 2:3 അല്ലയോ? ഒന്നുകൂടെ വായിച്ച്. ആ വായിച്ച സഹോദരി ഒന്ന് എഴുന്നേറ്റേ കാണട്ടെ. എന്തായാലും പെട്ടെന്ന് വായിച്ച് സഹായിച്ചല്ലോ. ആരാന്നോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മ ഒന്ന് വായിച്ചമ്മേ 2:3. കൂടെയുള്ള തീത്തോസ് യവനെങ്കിലും യവനൻ എങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. നിർബന്ധിച്ചില്ല. യവനനായിരുന്നെന്ന പുസ്തകം പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദനല്ല. യഹൂദനല്ലാത്ത മുഴുവനും ജാതിയ. പിന്നെ ഒരു ഗ്രൂപ്പ് ഉള്ളത് ദൈവസഭയാണ്. അതെ, ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ യഹൂദന്മാരാണ്. എന്നോട് ഒരാൾ പറഞ്ഞു ഞങ്ങൾ യഹൂദനാ. വറകലം പോലെ ആയിരിക്കുന്നു നമ്മൾ അടുപ്പത്ത് വെക്കുന്ന. എന്നാ ഇത് മിണ്ടാതിരിക്കണ്ടേ ചുമ്മാ എന്ന് പറയും. ഇദ്ദേഹം ഒരു യവനൻ ജാതിയ. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ചെറിയ പാഠം തരുന്നേ ഉള്ളൂ. ഒന്ന്, ദൈവഭക്തൻ. രണ്ട്, പള്ളിയോട് ചേർന്ന വീട്. മൂന്ന്, യവനന്. നാല്, നമ്മള് കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ ദൈവസഭയുടെ കാര്യങ്ങൾക്കൊക്കെ ഈ ധർമ്മശേഖരം പിരിക്കാനായിട്ട് പുള്ളി ആദ്യം ഉത്സാഹിച്ച ആളാണ്. ഒരാളുടെ ക്ഷീണവും പ്രയാസവും ഒരു സഭയ്ക്ക് ഒരു ക്ഷീണം. അപ്പം മുന്നോട്ടിറങ്ങി അതിന് സഹായം ചെയ്യാൻ പുള്ളി വളരെ മുന്നിട്ടിറങ്ങിയ ആളാ തീത്തോസ്. നമ്മള് പിന്നെ അവിടുന്ന് പിരിച്ചോണ്ട് എന്തെങ്കിലും പോകാനാ ഉദ്ദേശിക്കുന്നത്. ഇച്ചിരി ക്ഷീണമാ, കൊടുക്ക് എന്നാ കിട്ടും. ഇതാ നമ്മുടെ വാക്യം. തീത്തോസ് ദൈവഭക്തനായ ഒരു മനുഷ്യനാണ്. തന്നെയുമല്ല, നിങ്ങൾ എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. യെരുശലേമിലെ ആദ്യത്തെ സുന്നകദോസിനെ പൗലോസ് തീത്തോസിനെയും കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ആ പുസ്തകം എടുത്ത് തീത്തോസിനെ കൊണ്ടുപോകാൻ കാരണം പരിച്ഛേദനവാദികളും അതല്ലാത്തവരും കൂടുക, പ്രശ്നം പരിഹരിക്കാൻ പോവുക. അപ്പോൾ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരും പരിച്ഛേദന ഏൽക്കണമെന്ന് യഹൂദമതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർക്കൊരു വാദം. അപ്പൊ ഈ വാദം പൊളിക്കാനും ഇത് ശരിയായിട്ടുള്ളത് സ്ഥാപിക്കാനും കൂടെ പൗലോസും കൂടെ പോയപ്പം യവനനായ തീത്തോസിനെയും കൂടെ കൊണ്ടുപോയി. കാരണം പുള്ളി ഉണ്ടെങ്കിൽ കൃത്യം കാര്യം പറയും. അവരുടെ മനോഭാവം, അവരുടെ സ്ഥിതി എന്ന പൗലോസ് കൊണ്ടുപോയത്. തന്നെയുമല്ല, തീത്തോസിന്റെ വേറൊരു ക്വാളിറ്റി, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം പുള്ളിയുടെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. അപ്പൊ ആദ്യത്തെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു. അപ്പൊ പ്രശ്നം നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ ഒരു പ്രശ്നമില്ലാത്ത സഭയിലോട്ട് ചിലരെ വിട്ടെ ഒരാഴ്ചക്കകം അവിടെ പ്രശ്നമായി. തീത്തോസ് പരിഹരിച്ചു.
പൗലോസിന് നല്ല ദർശനവും കാഴ്ചപ്പാടും ഉള്ളത് കൊണ്ട് അങ്ങനെ വേണം. ആളും തരവും നോക്കി വേണം അയക്കാൻ, ഓരോ കാര്യം ഏൽപ്പിക്കാൻ. ചില സഹോദരിമാർക്കും ചില സഹോദരന്മാർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ നല്ല നൈപുണ്യമാണ്. അവരെ വേണം ഫുഡ് കമ്മിറ്റിയിൽ എടുക്കാൻ. അല്ലാതെ തവി പോലും പിടിക്കാൻ അടുത്ത് തങ്കായി വിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഇളക്കി ഉള്ള ചൂടുവെള്ളവും പച്ചവെള്ളം എല്ലാം കോരി ഒഴിച്ച് വായി വെക്കാനും കൊള്ളുകയില്ല. നാശ കോടാലേക്കും തവിയും കൊടുക്കുകയില്ല. തള്ള അതിന് കഴിവുള്ള നല്ല മാന്യ സഹോദരന്റെ കൈപുണ്യമുള്ളവരുണ്ട്, സഹോദരന്മാരുണ്ട്. അവരത് ഭംഗിയായിട്ട് ചെയ്യും. പ്രാർത്ഥിക്കാൻ നല്ല കൃപയും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പല്ല അവരോട്ട് അവരെ കയറണം. തന്നെയല്ല നിങ്ങൾ അടുക്കള പണി ചെയ്യത്തുമില്ല, ചെയ്താവട്ട് ഒക്കുകയോ ഇല്ല. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയണം. നിങ്ങൾ വെള്ളവും കൊണ്ട് കൊടുക്കണം. അപ്പം അതെല്ലാം ഭംഗിയായിട്ട് പോകും. ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. ഒരു കൺവെൻഷൻ ആണെങ്കിലും കാത്തിരിപ്പിയാണെങ്കിലും സഭായമാണെങ്കിലും ലീഡ് ചെയ്യാൻ അവരെ അത് ഏൽപ്പിക്കണം. അറിയാമല്ലാത്ത ആൾ വാലെന്നതാ തല എന്നതാ തുടക്കം എന്നതാ ഒടുക്കം ഒന്നും ബുക്കും എന്ന് പറയും. പെട്ടെന്ന് അങ്ങ് കൊടയില്ല, അത് പാടില്ല. അതുപോലെ പാട്ട് പാടാൻ കൃപയുള്ള സഹോദരന്മാരും ഉണ്ട്. ആശ്വസിക്കണം. ചില സഭകളിൽ ചെന്നാൽ പ്രാർത്ഥിച്ചങ്ങോട്ട് നിർത്തിയ ഉടനെ പാസ്റ്ററുടെ ഭാര്യ പാട്ട് പാടുന്നത്. സ്വരവും ഇല്ല, ട്യൂണും ഇല്ല, താളവും ഇല്ല, മേളവും ഒരു ബോധവും ഇല്ല. എന്നാൽ ഈ മൈക്ക് തള്ള ആർക്കും കൊടുക്കുകയില്ല. ചുമ്മാ പുരുന്നക്കോഴി ഇരിക്കും പോലെ അങ്ങ് ഇരിക്കുക. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, പേരും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു സഭയിൽ ഒരു പാസ്റ്ററുടെ ഭാര്യ അവരുടെ ഒരു കൊച്ചുമൈക്കും കൊടുത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുത്തിക്കുക. തള്ള ഇങ്ങനെ അടക്കോഴി ഇരിക്കും പോലെ ഇരിക്കുക. ആ സഭയിൽ നന്നായിട്ട് പാട്ട് പാടുന്ന സഹോദരിമാരുണ്ട്. അവരെ കൊണ്ട് പാടിപ്പിക്കുകയില്ല. ഇവരൊരു 5-6 പുസ്തകമായിട്ട് ഇങ്ങനെ ഇരിക്കുക, സമാധി ഇരിക്കും പോലെ പാടുകയല്ല, അങ്ങ് കാറുക. അതിന് കാരണം പറയാം. ഞാൻ ഒരിക്കലും അവിടെ സഭായത്തിന് ചെന്നപ്പോൾ ഇവരിരുന്നങ്ങ് അസ്വസ്ഥത. പാട്ട് പാടുന്ന ഇവർക്കറിയാം, എനിക്കിതിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ ഒരു ഉണ്ട്. ഇവരങ്ങ് അത് കേൾക്കുമ്പോൾ നമുക്കങ്ങ് അസ്വസ്ഥതയാണ്. അത് കഴിഞ്ഞ് സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോൾ ആ സഭയിൽ ഒരു മാന്യ സഹോദരി എഴുന്നേറ്റ് 2 ശീലം പാട്ട് പാടി സാക്ഷി. എന്തോ സുഖമാ പാട്ട്, നല്ല താളവും സ്വരവും സുഖവും നമ്മൾ കേട്ടിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ച് സ്റ്റേജിലിരുന്ന് ദൈവമേ ഇവർ 2 വരിയും കൂടെ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നല്ല പഴയ പാട്ടും നല്ല ട്യൂണും നല്ല സ്വരം നല്ല അക്ഷരസ്ഫുടത, എന്തോ സുഖകരമാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്തിരുന്ന വേറൊരു ഉപദേശോട് ചോദിച്ചു, പുള്ളിക്കാരി ഗസ്റ്റാണോ? അല്ലല്ല, ഇവിടുത്തെ ആളാ. ഞാൻ പറഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് പാടും. ഇതള്ള കൊടുക്കുകയല്ലെന്ന് പറഞ്ഞു. ഇത് കൊടുക്കുകയല്ലെന്ന് പറഞ്ഞു. ഉണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഓർഗൻ വായിക്കുന്ന പിള്ളേരോട് പറയും, മോനെ അറിയാമേലെങ്കിൽ കയറി വായിക്കരുത്, അറിയാവുന്നതിന് വായിക്കണം. അത് പിണങ്ങിയിട്ട് പറഞ്ഞതല്ല, വായിച്ച് പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കോളം ആക്കരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഓരോ കൃപ തന്നിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതെന്തുവാ നമ്മളിൽ പരമേൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കി അത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം. ഇവിടെ വന്നിരിക്കുന്ന ആരും കൃപയില്ലാത്തവരല്ല, എല്ലാവർക്കും കൃപയുള്ളവരാ. വലിയ കൃപയെന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സഹിച്ചിരിക്കുന്നില്ലേ, അത് വലിയ കൃപയാ ഇല്ലേ? നമ്മളെ രണ്ടിനെയും സഹിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? സാവുപാസ്റ്റെ സഹിക്കുക, എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കേസല്ല. മറ്റവരുടെ എല്ലാം നമുക്ക് വിടാം. അപ്പൊ ഞങ്ങളെ 2 പേരെ ഈ 5:30 മുതൽ 9:30 വരെ സാധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ മഹാകൃപയാ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപയുണ്ട്. കൃപയില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മെ ഏൽപ്പിച്ചത് എന്താ അത് മനസ്സിലാക്കി നന്നായിട്ട് വിനിയോഗിക്കുക, അതാ ചെയ്യേണ്ടത്. അപ്പോൾ പൗലോസ് യെരുശലേം സുനഗോസിന് പോയപ്പോൾ തീത്തോസിനെ കൊണ്ടുപോയി. കാരണം പരിച്ഛേദനവാദികളും തർക്കം നടക്കുമ്പം ജാതികനായ യവനനായ തീത്തോസിനെ കൊണ്ടുപോയാൽ പുള്ളി എഴുന്നേറ്റ് അഭിപ്രായം ന്യായമായി പറയുമ്പോൾ അതൊക്കെ ക്ലിയറായി വരും, ദീർഘവീക്ഷണം. അപ്പൊ തീത്തോസ് അതുപോലെ നല്ല ഒരു സഹോദരനായിരുന്നു. ഇനി അധികം തീത്തോസിനെ പറ്റി ഞാൻ പറയുന്നില്ല, ദൈവത്തിന് മഹത്വം ഉണ്ടാകും. തീത്തോസ് മാത്രമല്ല, പൗലോസ് പറഞ്ഞത് നിജപുത്രനായിരുന്നെന്ന. പൗലോസിന്റെ നിജപുത്രൻ, വിശ്വാസത്തെ വീണ്ടും ജനിപ്പിച്ചതാണ്. അങ്ങനെ
അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപുരുഷനായിരുന്നു തീത്തോസ്. ആ തീത്തോസിന്റെ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 11 മുതലാണല്ലോ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടും ഭക്തികേടും പ്രപഞ്ചമോഹവും വർദ്ധിച്ചിട്ട് ഈ ലോകത്തെ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഓടി ചെന്നിട്ട് കാര്യം ഇവിടെ പറഞ്ഞ ഭാഗം വിടാൻ പോവാ. അപ്പൊ തീത്തോസ് ഒന്ന് ദൈവഭക്തനായിരുന്നു, പള്ളിയോട് ചേർന്നായിരുന്നു, കൊരിന്തിലായിരുന്നു വീട്, യവനനായിരുന്നു. പൗലോസിന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വളരെ ഉത്സാഹത്തോടെ നിന്നയാളായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ സഹായിപ്പാൻ വളരെ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നയാളായിരുന്നു. യെരുശലേം സുന്നകദോസിന് തീത്തോസിനെ കൊണ്ട് പൗലോസ് കൊണ്ടുപോയി. വളരെ അത്യുത്സാഹി, നല്ല മനുഷ്യന്. ആ മനുഷ്യൻ അദ്ദേഹത്തിന് എഴുതിയ ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം, പൗലോസ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, തീത്തോസിന്റെ ലേഖനത്തിലെ പ്രധാന വിഷയം, 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇതിലെ പ്രധാന വാക്യവും പ്രധാന വിഷയം അതാണ് പറയുന്നത്. ഈ വചനം വിശ്വാസയോഗ്യം, വിശ്വാസയോഗ്യവും ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന്. അപ്പൊ ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം സൽപ്രവർത്തി. എന്താ സൽപ്രവർത്തി? അത്യാവശ്യമാണ്. നമ്മൾ പഠിപ്പിക്കുന്ന മുഴുവൻ സൽപ്രവൃത്തി ഒന്നും വലിയ ഗുണമില്ല, അതുകൊണ്ടൊന്നും സ്വർഗത്തിൽ അതുകൊണ്ട് പോകുകയല്ല. പക്ഷെ സ്വർഗത്തിൽ പോകേണ്ട ഒരു സൽപ്രവൃത്തി ചെയ്യണം, വേണം, അത്യാവശ്യമാണ്. പ്രസംഗം മാത്രം പോരാ, റോമാലേഖനം എള്ളു കീറി പഠിപ്പിച്ചാ പോരാ. ചെല്ലും എടുക്കുന്ന മുഴുവൻ റോമാലേഖനമാണ്, ഒന്നും ചെയ്യണ്ടല്ലോ, വിശ്വാസം പറഞ്ഞ് ചെങ്ങ് പോയാൽ പോരെ. എവിടെ പോയാലും റോമാലേഖനമാണ്. കാരണം അത് മതി. വിശ്വാസം കണ്ണടച്ച് വിശ്വസിക്കണം, എല്ലാവരും വിശ്വസിച്ചാണ്ട് ഒരിക്കൽ കൂടെ ഇതൊക്കെയല്ലേ പഠിപ്പിയത്? അല്ല, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ദൈവമക്കൾ സൽപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. അത്യാവശ്യമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്തിനാ? നിങ്ങൾ ഈ ലേഖനം പഠിച്ചാൽ പല വാക്യമുണ്ട്. സൽപ്രവൃത്തി, സൽപ്രവൃത്തി. 2:7 എന്ന് വായിച്ചേ. 2:7. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി. സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കണം. ആര് മാതൃകയാക്കണം? നമ്മൾ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളൊരു മാതൃകയാകണം. എന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യല്ല, നമ്മൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് അവര് ചെയ്യണം. ഇതാ പുസ്തകത്തിലെ പ്രമാണം. പക്ഷെ ഇന്ന് നേരെ തലതിരിഞ്ഞ അവര് ചെയ്യുന്ന നമുക്ക്, അവര് മറ്റേ മാർത്തോമക്കാർ കിറ്റ് കൊടുക്കുന്നു, എന്നാൽ നമുക്ക് കൊടുക്കാം. BJPക്കാർ കിറ്റ് കൊടുക്കുന്നു, നമുക്ക് വന്നാൽ കൊടുത്തു പോകാം. അങ്ങനല്ല, നീ കൊടുക്കുന്ന കണ്ട് അവര് ചെയ്യണം. അതാ വേദപുസ്തകത്തിലെ പ്രമാണം. നമ്മളായിരിക്കണം ഇതിന് മാതൃക. പണ്ടൊക്കെ പുരാതന തറവാടുകളിലൊക്കെ രാത്രി വിളിച്ചു കൊല്ലും, അത്താഴ ഭക്ഷണിക്കാർ വല്ലവരും ഉണ്ടോ എന്ന്. പണ്ടൊക്കെ ഉറക്കെയായി, ഇപ്പൊ പതൊക്കെ അത്താഴ ഭക്ഷണിക്കാർ വല്ല ചോദിച്ചെന്ന് പറയുകയും ചെയ്യാം. ആരുമൊട്ട് അങ്ങനല്ല, വിളിച്ചു ചോദിക്കും ഉറക്കെ. ഞാനും നിങ്ങളും മാതൃകയാകണം സൽപ്രവൃത്തിക്ക്. എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നില്ല, 2 പദമെന്ന് പറയുന്നതുള്ളൂ. ആ 2-ാം അധ്യായത്തിന്റെ 14 വായിച്ചേ. 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരും ശുഷ്കാന്തിയുള്ളവരുമായിരിക്കണം. സൽപ്രവൃത്തിക്ക് മാതൃക വേണം. സൽപ്രവൃത്തി ചെയ്യാൻ വല്ലപ്പോഴും വന്ന് ചെയ്ത് വെച്ച് പിന്നെ മിണ്ടാതിരിക്കുകയല്ല. ശനിപടത്തിലെ 82 ഞാൻ സ്തോത്രം ചില കാര്യങ്ങൾ ചെയ്തു, പിന്നെ ഇന്ന് വരുന്നു. ഞാൻ ഇറങ്ങിയ കാലത്ത് എന്തെല്ലാം ചെയ്തു, ഇപ്പം വല്ലതും ചെയ്യുന്നുണ്ടോ? അങ്ങനല്ല, ശുഷ്കാന്തിയുള്ളവരായിരിക്കണം.
അപ്പോൾ സൽപ്രവൃത്തിക്ക് മാതൃക വേണം, സൽപ്രവൃത്തിക്ക് ശുഷ്കാന്തി വേണം. 3-1 വായിച്ചേ. 3-1. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിപ്പാനും. സൽപ്രവൃത്തിക്ക് ഒരുങ്ങിയിരിക്കണം. അതാ ഇതിലെ പ്രധാന വിഷയം സൽപ്രവൃത്തിയാണ്. സൽപ്രവൃത്തിക്ക് ഒരുങ്ങിയിരിക്കണം. മുങ്ങരുതെന്ന ഈ ആഴ്ച സഭയിലെ ചില ആൾക്കാർക്ക് സഹായം ചെയ്യാൻ ഒരു പിരിവെടുക്കുക, അന്ന് പോകുകയല്ല, നേരത്തെ അറിവ് കിട്ടിയാൽ. അങ്ങനല്ല, ഒരുങ്ങിയിരിക്കണം. ചിലപ്പോൾ 50 പൈസയേ ഉള്ളൂ, അല്ലെ 1 രൂപ അല്ല, മതി, ഒന്ന് ഭാഗമാക്കാതെ ഒരുങ്ങിയിരിക്കണം. അപ്പൊ മാതൃകയായിരിക്കണം, ശുഷ്കാന്തി ഉണ്ടായിരിക്കണം, ഒരുങ്ങിയിരിക്കണം. ഇനി 8-ാം വാക്യം വായിച്ച അമ്മേ. ഈ വചനം വിശ്വാസയോഗ്യം. ഈ വചനം വിശ്വാസ യോഗ്യം. പിന്നെ ദൈവത്തെ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളില് ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ ഈ ലേഖനത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം സൽപ്രവൃത്തിയാണ്. പെന്തക്കോസ്തുകാരോട് പറയാം, സൽപ്രവൃത്തിക്ക് ഒരു മാതൃകയായിരിക്കണം നിങ്ങൾ. പ്രസംഗിച്ചാൽ മാത്രം പോരാ, വാക്യമെല്ലാം കുറെ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. വേദ പണ്ഡിതൻ എന്ന് പേര് കിട്ടിയിട്ടും വലിയ ചില പറ്റി അങ്ങനെ പറയത്തില്ല. അയ്യോ, സ്വർണ്ണ നാവ് നല്ലതാ, സൽപ്രവൃത്തി ചെയ്യണം. സൽപ്രവൃത്തിക്ക് മാതൃകയുണ്ടായി, ഒരുങ്ങിയിരിക്കണം, ഉത്സാഹം ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മളെ കുറിച്ച് ദൈവം ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ എപ്പോഴും പറയും, 10 തേങ്ങ ഇട്ടാൽ അപ്പുറത്തുകാർക്ക് ഇല്ലെങ്കിൽ 1 കൊടുക്കണം. 1 വെയ്ത്തോമിലും 8 മതി. എന്നാ മിണ്ടുന്നില്ല. ഇപ്പൊ എല്ലായിടത്തും ചക്കയുടെ സീസൺ അല്ലേ, ഇല്ലാത്തവർക്ക് വിളിച്ചു കൊടുക്കണം. വഴി കൂടെ പോകുമ്പോൾ മഞ്ഞ് വാ, ചക്കയുണ്ടോ? ഇല്ല, അതാണ്ട് 2 ഇട്ടോണ്ട് പോകും, കൊടുക്കണം. ഇതവിടെ കിടന്ന് നശിച്ചു പോയാലും ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയല്ല, കൊടുക്കുക. മാമ ഒരു ചക്ക, അയ്യോ ഇത് പിള്ളേർക്ക് വേണ്ടി ഇട്ടിരിക്കുക, പിള്ളേരെന്ന് വരും ഡിസംബറിൽ ചക്ക എപ്പോഴാ? ഈ ചക്ക ഡിസംബർ വരെ അവിടെ കിടക്കുമോ? തള്ള കൊടുക്കുകയല്ല. അത് മുഴുവൻ അയ്യോ കയ്യറത്ത ഉപ്പ് തേക്കാത്ത ആൾക്കാരുണ്ട്. ഉണ്ട്. ഞാൻ ഞങ്ങളുടെ സഭയിലുമൊക്കെ പറയും, വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അയലത്തുകാർക്കൊക്കെ കൊടുക്കണം വിളിച്ച്. അല്ല, തന്നെ തിന്നങ്ങ് വിളിച്ച് കൊടുക്കണമെന്ന്. അപ്പുറത്തെ വീട്ടിൽ പിള്ളേരും പ്രായമുള്ളവരൊക്കെ അടുത്തടുത്ത് വീടുണ്ടെങ്കിൽ, ദൂരോട്ടാന്ന് ചിലപ്പോൾ ഒത്തൊന്ന് വരികയല്ല, അടുത്തടുത്ത് ലക്ഷം വീടും അതുപോലെ അടുത്തടുത്ത് വീടുകൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവിടെ ഇച്ചിരി കൊടുക്കും. ഒത്തിരി ഒന്നും കൊടുക്കാൻ ചിലപ്പോൾ ഒത്തൊന്ന് വരികയല്ല, എന്നാലും ഒരു ഇച്ചിരി ഇതിന് അടിക്കുകയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കണം, ചെയ്യണമെന്ന്. ദൈവത്തിന് മഹത്വം. ഇത് നമ്മെക്കുറിച്ച് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ആ 2:7 ഒന്നുകൂടെ വായിച്ചേമേ. 2:7. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിനും നിന്നെ തന്നെ സൽപ്രവർത്തികളും മാതൃക. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ ലജ്ജിക്കണം. അപ്പൊ അങ്ങനെ ലജ്ജിക്കണമെങ്കിൽ സൽപ്രവൃത്തി ചെയ്യണം. അപ്പുറത്തുകാർ തെറി പറയുക, അനാവശ്യം പറയുക, ഒന്നും വേണ്ടരുത്. എന്തെങ്കിലും എടുക്കുമ്പോഴും കാലമാകുമ്പോൾ അങ്ങോട്ട് ഇച്ചിരി കൊടുത്തേക്കണം. ചെല്ലി മേടിക്കത്തില്ലായിരിക്കും, എന്നാലും കൊടുക്കണം. മേടിച്ചില്ലെങ്കിൽ ഇഞ്ഞു കൊണ്ടുപോരും. അവർ നമ്മളെ അനാവശ്യം പറഞ്ഞു, അവരെ കാണുമ്പോൾ സ്തോത്രം പറയണം, ഒന്ന് ചിരിക്കുകയും ചെയ്യാം. കാണുമ്പോൾ മുഖം വെട്ടിച്ച് പോകരുത്. മനസ്സിലായോ? ചെയ്യണം. സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് 10 ബുക്ക് മേടിച്ച് 2 അപ്പുറം മേടിച്ച് കൊടുത്തേക്കണം. പ്രസ് എടുത്ത് ബാഗ് മേടിച്ചു, ഒന്നപ്പുറം കൊടുത്തേക്കണം. അത് കഴിഞ്ഞ് ട്രാക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ അവർ വിളിച്ചു കയറ്റും, അന്ന് പ്രാർത്ഥിച്ചു പോകാൻ പറയും. ഇല്ല, നീ തമ്പിയുടെ ഹൃദയമായിട്ട് പോയാൽ അവർ നല്ല പ്രാണനാകും. ഇതൊക്കെ ചെയ്യണം, സൽപ്രവൃത്തി വേണം. 5-6 ഏക്കർ വസ്തുവുണ്ട്, സഭയിൽ സ്ഥലമില്ല, സ്ഥലം കൊടുക്കണം, വരാൻ പറയണം, ഇതെടുത്തോളാൻ പറയണം. 5 ഏക്കറും 2 ഏക്കറും 10 ഏക്കറും ഒക്കെ ഉള്ളവരുണ്ടല്ലോ, കൊടുക്കുന്നവരുണ്ട്, കൊടുത്തവരും ഉണ്ട്. ഇനി അത് ചെയ്യണം. ശുഷ്കാന്തി ഉള്ളവരായിരിക്കണമെന്ന്, ഒരുങ്ങിയിരിക്കണമെന്ന്. അല്ല, 60 കൊടുത്തു, 1960. പിന്നെ ആ ഒറ്റ കൊടുപ്പല്ല, ഒരുങ്ങിയിരിക്കണം, ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. വിരോധി ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കണം. സകലത്തിലും സൽപ്രവർത്തിക്കും.
അപ്പൊ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൽപ്രവൃത്തിയാണ്, ചെയ്യണം. അപ്പോൾ വിശ്വാസം മാത്രം പ്രസംഗിച്ചാൽ പോരാ, വചനം മാത്രം പറഞ്ഞാൽ പോരാ, നന്നായിട്ട് പ്രവർത്തിക്കണം. സൽപ്രവൃത്തി. ദൈവം ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ പിന്നെ പുസ്തകത്തിൽ എഴുതി വെക്കുമോ? ദൈവത്തിന് ഇതൊക്കെ ഇഷ്ടമാണ്. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. ഇനി ഈ തീത്തോസിനെ പൗലോസ് ക്രേത്തയിൽ വിട്ടേച്ച് പോന്നെന്ന. അപ്പൊ ഇവർ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്തവരാ. 5-ാം വാക്യം വായിച്ച്, 1:5. വായിക്കമ്മേ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച് പോന്നത്. അപ്പം ക്രേത്തയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പൗലോസിനെ അവിടെ വിട്ടേച്ച്, തീത്തോസിനെ വിട്ടേച്ച് പൗലോസ് അങ്ങ് പോയി. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച് പോന്നത്. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച് പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ട. ഈ പുള്ളി നിന്ന് കുറെ കാര്യമൊക്കെ ക്രമീകരിക്കും. വിഷയങ്ങളൊക്കെ പരിഹരിക്കാനും ക്രമീകരിക്കാനും അതിനൊക്കെ നല്ല തന്മയത്വവും ദൈവകൃപയും വൈഭവശേഷിയും ഈ തീത്തോസിനുണ്ട്. അത് പൗലോസിന് അറിയാം. രണ്ടുപേരും ഒന്നിച്ച് ക്രേത്തയിൽ ശുശ്രൂഷ ചെയ്തു. ഒടുവിൽ പറയുക, നിന്നെ ഇവിടെ വിട്ടേച്ച് പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനാണ്. ഈ ക്രേത്ത എന്നുള്ളത് ഒരു ഐലൻഡാ, നമുക്കറിയാമല്ലോ. നാടൻ ഭാഷ പറഞ്ഞ ഇവിടുത്തെ ആൾക്കാർ ഒരു പ്രത്യേക പ്രകൃതക്കാരാ ക്രേത്തക്കാര്, ഇല്ലയോ? ക്രേത്തക്കാര് പ്രത്യേക പ്രകൃതക്കാരാ. അവരുടെ പ്രകൃതി എന്നാന്ന് 12-ാം വാക്യം വായിച്ചു. അസത്യവാദികളും സർവ്വത അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ. ഇവരെയൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ജോലിക്കും പോകുകയല്ല, ഒരു ജോലിക്കും. ഈ ഗിദയോനെ പറ്റി നിങ്ങൾ പഠിക്കുന്നത് ഇടയ്ക്ക് ഒരു ഓർമ്മ വന്നുകൊണ്ട് പറ. ഗിദയോൻ, ദൈവം ഗിദയോനെ വിളിച്ചു. എങ്ങനെ ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നത്? ഉറക്കെ പറ. മുന്തിരിച്ചക്കും ഗോതമ്പും, അങ്ങനെ അവിടെ എടുത്തിരിക്കും. 2 പദമാ. ഏതാ? മുന്തിരിച്ചക്കും എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തി, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? ഒന്ന് വായിച്ചു. എവിടാന്നായിരിക്കും? ഒരു കാര്യം ചെയ്യ, ആ കസാരയായിട്ട് മുന്നോട്ട് വന്ന് ഇവിടെ വന്നിരിക്കും. ഇനി വാ, ഇങ്ങോട്ട് വാ. ഓ വേണ്ട, ഇങ്ങോട്ട് മുന്നോട്ട് അവിടെ വെട്ടമില്ല, ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കും. ഓടി വാ, സമയം പോകുന്നു. വായിച്ചോ, വളരെ ഉപകാരം. പെട്ടെന്ന് വായി. അപ്പോൾ ഗിദയോനെ അബിയേസരിന്റെ മുന്തിരിയുടെ ചാക്കിന്റെ അടുക്കല യഹോവയുടെ ദൂതൻ അവിടെ പൊടുന്നനെ വന്നു. വായിച്ച മൈക്ക് കൂടെ ഇപ്പൊ വായിച്ച സഹോദരി വായിച്ചാട്ടെ. ഇതെനിക്ക് പരിചയമുള്ള സഹോദരിയാണല്ലോ. എവിടെ? എനിക്ക് പരിചയമുണ്ട്. അല്ലെങ്കിൽ ഇല്ല. ഏത് സഭയിലാ കൂടുന്നത്? രാജൻ പാസ്റ്റർ ആടാ. വീട്ടുചോടില്ല. വായിച്ചു. അവിടെ ഞാൻ വന്നിട്ടുണ്ടല്ലോ. അന്നേരം ഇല്ലായിരുന്നായിരിക്കും. എന്നാ ഇപ്പം വായിക്കും. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബീസ്യനായ യോവാസിന്റെ കരവേലത്തിന് കീഴിൽ ഇരുന്ന് അവന്റെ മകനായ മകനാകുന്ന ഗിദയോൻ ഗോതമ്പ് മിദ്യാനിയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. അപ്പൊ മുന്തിരിച്ചക്ക്, ഗോതമ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ കാർഷിക വൃത്തിയാ. മനസ്സിലായോ? അധ്വാനം. എന്തുവാ ഇംഗ്ലീഷിൽ എന്തുവാ പറഞ്ഞ? അഗ്രികൾച്ചറോ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. എന്തുവാ ഇംഗ്ലീഷ്? അങ്ങനെയാണോ? അങ്ങനല്ലേ രാജൻ പാസ്റ്റേ? അഗ്രികൾച്ചർ. വിഭാഗം നന്നാണെങ്കിൽ നല്ല കൾച്ചറും ഉണ്ടാകും. കൾച്ചറെല്ലാം പോയത് എന്നാന്ന് വെച്ചാൽ അഗ്രികൾച്ചർ പോയത് കൊണ്ടാണ്. തെളിയിക്കാം.
ഇപ്പോഴത്തെ കാലം എടുത്ത പണ്ട് അഗ്രികൾച്ചർ നന്നായിരുന്നു. ഓരോ വീട്ടിലും ഓരോ വ്യക്തികൾ 8ഉം 10ഉം പിള്ളേര് കപ്പ, ചേന, ചേമ്പ്, കാച്ചില്, പാടമുണ്ടെങ്കിൽ നെല്ല് വിതയ്ക്കുന്നു, കൊയ്തെടുക്കുന്നു, 2-3 പ്രാവശ്യം അല്ലേ അപ്പച്ച പറ. അന്ന് ഇത്രയും പീഡനം ഉണ്ടായിരുന്നു അപ്പച്ച? ഉറക്കെ പറ. ഇല്ല, കാണും. ഇത്രയും കൊലപാതകം ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ചുറ്റിലേക്ക് അടിച്ച് ആരെങ്കിലും തല തല്ലി തകർത്തു അന്ന് 5 എണ്ണത്തിന്റെ? ഒന്നുമില്ല. ആശാരി കൊട്ടുപടി കൊണ്ടടിച്ചിട്ടുണ്ട്. തടിക്കട്ടെ. അതിന് കാരണം എന്നാ? അഗ്രികൾച്ചർ നല്ല. രാവിലെ എഴുന്നേക്കണം. ക്രിസ്ത്യാനികളാണെ വെളുപ്പിനെ പാട്ടും പ്രാർത്ഥന, ഹൈന്ദവരാണെ നാമം ജപിക്കും. ഉടനെ തന്നെ വീട്ടിലെ ജോലി ചെയ്യും, പാടത്തിറങ്ങും, കളക്കണം. രാത്രിയിൽ നിന്ന് കളക്കുന്ന അപ്പച്ചന്മാരുണ്ട്. അഗ്രികൾച്ചർ നല്ലതാ. അതുകൊണ്ട് നല്ല കൾച്ചറുമായിരുന്നു. സഹകരണം. ആഴ്ചയിൽ ഇതെല്ലാം ചുമ്മിക്കൊണ്ട് ചന്തയിൽ പോകും, കാണും, വർത്താനം പറയും, കൊടുക്കും, വാങ്ങും. അങ്ങോട്ട് ചേന കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കാച്ചിൽ തരും. എന്നാ ഇന്ന് ഇച്ചിരി വിത്തയ്യാൻ കൊണ്ടുപോകും. പിന്നെ പുള്ളി പറയാൻ നല്ല ആഞ്ഞിലി മൂടനാ കൊണ്ടുപോക്കും. ഇല്ലേ? സഹകരണം. ഇന്നോ? നിങ്ങൾ പറ, സമാധാനം പറ. ഇന്നൊന്നുമില്ല. ഇന്ന് അഗ്രികൾച്ചർ മുഴുവൻ തുപ്പട തകർന്നു, വിശേഷിച്ച് കേരളത്തിലെ. അതുകൊണ്ട് കൾച്ചർ നല്ലതല്ല. അഗ്രികൾച്ചറിൽ നിന്ന് ആ കൾച്ചർ ഉണ്ടായിരുന്നു. ഇപ്പൊ പിടി കിട്ടിയോ? എന്നാ ഒരു സങ്കടം? എന്നാ കിട്ടിയോ? പുള്ളി പൈസയൊന്നും തരികയല്ലെന്ന് പറഞ്ഞോ? അങ്ങനെ വല്ലതും പറഞ്ഞോ? ആയിക്കോട്ടെ, എന്നാലും സങ്കടമാണ് പുള്ളിക്ക് വലിയ മനപ്രയാസം. വളരെ ഉത്സാഹമുള്ളവരും പ്രവർത്തിക്കുന്നവരുമായിരിക്കണം. ക്രേതനെ പറ്റി പറയാ, ക്രേതർ സർവ്വ അസത്യവാദികളും പിന്നെ ദുഷ്ടജന്തുക്കളും മടിയന്മാരാ. കൊള്ളുകയല്ല, ജോലിക്കൊന്നും കൊള്ളുകയല്ല. ഇവരുടെ ഇടയിലെ പാസ്റ്റർ എന്ന് പറഞ്ഞ അല്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് മഹത്വം. എന്നാൽ ഞാനൊരു കാര്യം വചനത്തിൽ നിന്ന് പറയാം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയ്ക്കല്ലേ ഈ തീത്തോസിനെ പൗലോസ് ചുമതലപ്പെടുത്തി. തീത്തോസിന്റെ വിശേഷത എന്നാണെന്നറിയാമോ? നന്നായിട്ട് വചനം പറയും. നിങ്ങൾ ആ 1-ാം അധ്യായത്തിന്റെ 1-2 വായിച്ച് അപ്പൊ തെളിയിക്കാം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്തിന്റെ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ. അപ്പോ ഈ ഭാഗം താഴോട്ട് പിടിക്കുമ്പോൾ തീത്തോസ് ദൈവവചനം നന്നായിട്ട് അവിടെ പറയും. അസത്യവാദികളും മടിയന്മാരും ദുഷ്ടജന്തുക്കളും പെരുവയറന്മാരുമായ ഈ ക്രേത്ത ഐലൻഡില് ഈ സമൂഹത്തെ, വിശ്വാസികളെ നന്നായിട്ട് കൊണ്ടുവരണമെങ്കിൽ ദൈവവചനം പറയണം. അതിനാ പൗലോസ് തീത്തോസിനെ അവിടെ ആക്കിയത്. എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗം, ആ പ്രസംഗം തിരുവചനമാണ്. അതുകൊണ്ട് സഭകത്ത് നല്ലതുപോലെ ദൈവവചനം പറയണം. വചനത്തിൽ വരയ്ക്കണം, വചനത്തിൽ ഉണരണം, വചനം കേട്ട് ശക്തിപ്പെടണം. വചനമായി ഗുണീകരിക്കുന്നത്, വചനമായി ശുദ്ധീകരിക്കുന്നത്, വചനമായി ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് വചനത്തിൽ ഭയപ്പെടുന്നവരുമായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് തീത്തോസിനെ അവിടെ ആക്കിച്ച് പറഞ്ഞു, ചില കാര്യം ക്രമീകരിക്കണമെന്ന്. ഞാൻ നിന്നെ ക്രേത്തയിലാക്കിയത് 5-ാം വാക്യം വായിച്ചു. 1-5. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടത്. മൂപ്പന്മാരെന്ന് ഉദ്ദേശിച്ചത് ഓരോ സഭയ്ക്കും ഓരോ മൂപ്പന്മാരെ കൊടുക്കണം. മൂപ്പന്മാരെന്ന് ഉദ്ദേശിച്ചത് വചനപരിജ്ഞാനവും പക്വതയുള്ളവരെ, അല്ലാതെ പ്രായമുള്ള വല്യപ്പനെ പിടിച്ചാക്കുന്നതല്ല. വെളിവില്ല, വെള്ളിയാഴ്ചയില്ല, ബോധമില്ലാത്തതിനെ പിടിച്ച് പാടാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പാടും, സ്തോത്രം പറയാൻ പറയുമ്പോൾ അല്ലേലൂയ പറയാം. അതിനെയൊന്നും ആക്കണ്ട. അത് മൂത്തതാ, മൂപ്പനല്ല. പൗലോസ് പറഞ്ഞ മൂപ്പന്മാരെ ആക്കാനാ. പട്ടണത്തോട് മൂപ്പന്മാരെ ആക്കാന്ന് പറഞ്ഞാൽ ഓരോ പട്ടണത്തിലും ഓരോ മൂപ്പനെ കൊണ്ടിരുത്തണമെന്നല്ല. ഓരോരുത്തരുടെ സഭയുണ്ട്. ആ സഭയിൽ
വചനപരിജ്ഞാനമുള്ള, ജ്ഞാനമുള്ള, അറിവുള്ള, പക്വതയുള്ള, ദൈവകൃപയുള്ള, ഉപദേശത്തിൽ തിട്ടമുള്ള മൂപ്പന്മാരെ ആക്കണം. അതാ പറഞ്ഞ എൻ്റെ അർത്ഥം. ആരുമില്ല എന്നാ പിന്നെ ജോർജ് കുട്ടി അങ്ങോട്ട് പോക്കൂ. പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാമല്ല, നിർത്താൻ അറിയാമല്ല, എന്നാന്ന് പോലും അറിയാമല്ല. പുള്ളി ഇങ്ങനെ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളെ ഇറക്കത്തിൽ പോകും പോലെ നിൽക്കുക. ഇതെവിടെ നിൽക്കുമെന്നും അറിയാമല്ല, എങ്ങനെ നിർത്തണമെന്ന്. പണ്ട് ഞങ്ങളുടെ ഒരു അച്ചായൻ പറയുമായിരുന്നു, ഞാൻ ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, അതിൻ്റെ ശബ്ദം എവിടെ വരെ എത്തുമെന്നും അത് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നും എനിക്കറിയത്തില്ല. ഉപവാസ പ്രാർത്ഥനയുടെ ശബ്ദം എവിടെ വരെ പോകുമെന്നും അത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നും ഒറ്റ ദിവസം പോലും ഉപവസിക്കത്തുമില്ല. ചുമ്മാ ബെടായി അടിക്കുന്നതാണ്. അപ്പൊ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കണം. അതെന്തിനാ ഇങ്ങനെ ആക്കി വെക്കുന്ന? വചനപരിജ്ഞാനമുള്ളവരെ. അതെന്താ കാരണം? എന്നാ 10-ാം വാക്യം വായിച്ച കാരണമുണ്ട്. 10-ാം വാക്യം, വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരും ഉണ്ട്. വഴങ്ങാത്ത പല കക്ഷികളുണ്ട് ഇവിടെ, എല്ലായിടത്തും ഉണ്ട്. ക്രേത്തയെ മാത്രമല്ല, വലിയ കാവിലും ഉണ്ട്, ഈട്ടിച്ചോടിലും ഉണ്ട്, ചെട്ടിമുക്കിലും നെല്ലിക്കാമണ്ണിലും ഉണ്ട്, ഏഴോലിയിലും, എവിടെ ഇല്ലാത്ത എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒന്നുകൂടെ വായിച്ചു 10-ാം വാക്യം. വൃഥാവാചാലന്മാരും കലമ്പൊന്നുമില്ല, ചുമ്മാ ചപ്പളത്തി അടിക്കുക. മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഒരു ക്രമീകരണത്തിലും ഗുണീകരണത്തിലും ശുദ്ധീകരണത്തിലും വരുത്താനാണ് നിന്നെ ക്രേത്തയിലാക്കിയത്. കാരണം നിന്നെ ഒരു കാര്യം ഫലമേൽപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ വചനം. ആ വചനം നീ മുഖം നോക്കാതെ, ആള് നോക്കാതെ, പണം നോക്കാതെ, പ്രതാപം നോക്കാതെ, മഹിമ നോക്കാതെ, സംഘടന നോക്കാതെ നീ അത് വിളിച്ചു പറഞ്ഞു, അതിന് ക്രമീകരണം വരും. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോടും ദൈവദാസന്മാരോടും പറയാം, ആരുടെയും മുഖം നോക്കരുത്, ഒരു സംഘടനയും നോക്കരുത്. ഞാന് ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയാം, കഴിവിന്റെ പരമാവധി എന്നാലാവും വിധം അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ദൈവം ബോധ്യപ്പെടുത്തിയത് വചനത്തിന്റെ ഉപദേശത്തിലുള്ളതൊക്കെ അത് തീർത്ത് പറഞ്ഞിരിക്കും. അതിന് ബോർഡൊന്ന് IPC ആണോ, ചർച്ച കോഡാണോ, അസംബ്ലീസ് കോഡാണോ, നമ്മുടെ തന്നെ എന്തെങ്കിലും ആട്ടെ, ഇത് ഒന്നും നോക്കത്തില്ല. ഏൽപ്പിച്ച കാര്യം പറയുക, ഇഷ്ടമുള്ളവരെ അംഗീകരിക്കുക, പക്ഷെ ഇത് പറയുമെന്നുള്ളത് ഉറപ്പാണ്. സ്തോത്രം. അതിന്റെ ഗുണവും ഉണ്ട്, ദോഷവും ഉണ്ട്, രണ്ടും ഉണ്ട്. പിന്നെ നമ്മൾ ഈ വേലയ്ക്ക് ഇറങ്ങുമ്പം ഇത് ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്, അല്ലാതെ എപ്പോഴും ഓശാന പാടുമെന്നൊന്നും ഓർത്തോണ്ടല്ല. ഓശാന പാടുന്നവർ അടുത്ത ആഴ്ച കുരിശാ കയറ്റാൻ പറയുന്നത്, ഇതിന്റെ രീതി അതാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ക്ഷീണിക്കുകയും മടുക്കുകയും ചെയ്യരുത്, ഉള്ളതുപോലെ പറയണം. ഇഷ്ടമുള്ളവർ അംഗീകരിക്കട്ടെ, പക്ഷെ ഇതാ ഇതിന്റെ സത്യം. ഇതുകൊണ്ടാണ് തീത്തോസിനെ അവിടെ ആക്കിയത്. അത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാം, സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട്. വായിച്ച കുറുവാക്യം ഒന്നുകൂടെ വായിച്ചോമേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ടും ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അല്പസമയം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ. ഭാഗ്യകരമായ പ്രത്യാശ. ആ പ്രത്യാശ മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാണ്. ഇവിടെ തീത്തോസ് കൊടുത്തിരിക്കുന്ന പദം ഭാഗ്യകരമായ പ്രത്യാശ. എന്റെ പ്രിയരെ, ഈ പ്രത്യാശ വേർപെട്ട ദൈവമക്കൾക്കേ ഉള്ളൂ. എന്താണ് നമ്മുടെ പ്രത്യാശ? യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. യേശു വീണ്ടും വരും. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28 വായിച്ച് രണ്ടാമതും വരുമെന്ന. പെട്ടെന്ന് വായിര് 9:28 പെട്ടെന്ന്.
തന്നെ വായിച്ചോ. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന 9:28. അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ? ആദ്യം ഒന്ന് പ്രത്യക്ഷനായി. അതെപ്പോഴാ പ്രത്യക്ഷനായത്? കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ച നസറയനാകുന്ന യേശു ക്രിസ്തു, വചനം ജഡമായി കൃപയും സത്യമെന്നറിഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതാണ് അവിടുത്തെ ആദ്യത്തെ വരവ്, ആദ്യത്തെ പ്രത്യക്ഷത. 6-ാം മാസത്തിൽ നസറയത്തിൽ അവൻ മറിയെടുക്കൽ മാലാഖ് വന്ന് പറഞ്ഞ്, കൃപ ലഭിച്ചപ്പോൾ നിനക്ക് വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതം പറഞ്ഞ്, പേടിക്കണ്ട, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുക. മറിയ അത്ഭുതപ്പെട്ടെങ്കിലും മറുചോദ്യം ചോദിച്ചു, അറിയാൽ ഇതെങ്ങനെ സംഭവിക്കും? മറിയെ പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടുവിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. 2 ശക്തികൾ ഉദരത്തിൽ ഒന്ന് സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷപ്രജ നിന്റെ ഉദരത്തിൽ ഉരുവാകും. ആ പുരുഷപ്രജയുടെ വിശേഷത, അവൻ മാനവജനതയെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അങ്ങനെ ദൂതം പറഞ്ഞതുപോലെ മറിയാം ഗർഭവതിയായി, പ്രസവകാലം തികഞ്ഞു, ആദ്യജാതനെ പ്രസവിച്ചു. എങ്ങും സ്ഥലമില്ലാഞ്ഞത് കൊണ്ട് വഴിയമ്പലത്തിൽ കൊണ്ട് കിടത്തി. ആ കിടയന്മാര് വന്ന് കണ്ട് കുട്ടിയെ കണ്ടു. ശേഷമായിട്ട് പിന്നത്തേതിൽ വിദ്വാൻമാര് വന്നു, കണ്ട് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. പൊന്നും മൂടും കുന്തിരിക്കവൻ കാഴ്ചവെച്ചു. ഹെരോദാവ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ പദ്ധതി കിട്ടു. അതുകൊണ്ട് നസറേത്തിൽ പോയി. അതുകൊണ്ട് നസറായൻ എന്ന പേര് ലഭിച്ചു. എന്തിനേറെ നാടങ്ങൻ നന്മ സുവിശേഷിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതഗ്രസ്തർക്ക് വിടുതൽ കൊടുത്തു. നാനാവ്യാധികളാലും ബാധകളാലും മടഞ്ഞവര് യേശു സൗഖ്യമാക്കി. കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭം ഇങ്ങനെ: ആദ്യ ഉപദേശം, പിന്നെ പ്രസംഗം, പിന്നെ സൗഖ്യം. ആദ്യ ഉപദേശം, പിന്നെ പ്രസംഗം, സൗഖ്യം. അങ്ങനെ ഒരു വാക്യം ഒന്ന് വായിച്ചു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24 ഒന്ന് വായിച്ച്. അതുകൊണ്ട് ഒന്ന് മത്തായി സുവിശേഷം 23 വായിച്ചു. ആകയാൽ നിന്റെ വഴിപാട് അല്ലല്ല 4:23. പിന്നെ യേശു ഗലീലയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും അടുത്തത് ജനത്തിലുള്ള സകല ധീരത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. ഓർഡർ കണ്ടോ? ഉപദേശം, പ്രസംഗം, സൗഖ്യം. ഇപ്പൊ മിക്കയിടത്തും 2 കാര്യമേ ഉള്ളൂ: സൗഖ്യവും പ്രസംഗവും. ഉപദേശമില്ല. മിണ്ടണ്ട, വേണ്ട. തോത്രം പറഞ്ഞ് വിലക്കം വീണാ പിന്നെ 9:35 വായിച്ചോ ചേർത്ത്. 2 സാക്ഷി കണ്ടും 2 വാക്യം കൊണ്ട് ഉറപ്പിക്കാമല്ലോ. ഉറപ്പിനാ 9:35. യേശു പട്ടണം തോറും ഗ്രാമത്തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കി. ഇവിടെ ഉപദേശം, പ്രസംഗം, സൗഖ്യം. എന്നാൽ ഇന്ന് മിക്കയിടത്തും സൗഖ്യവും പ്രസംഗവും ഉണ്ട്. ഇത് 3 വേണം. ഉപദേശവും വേണം, പ്രസംഗവും വേണം, രോഗശാന്തി. ഇന്ന് 2 കാര്യം മിക്കയിടത്തും ഉണ്ട്. രോഗശാന്തി നടക്കുന്നുണ്ട്, ഒരു പ്രസംഗം ഉണ്ട്, ഉപദേശം മാത്രമേ ഇല്ല. കർത്താവ് ആദ്യം ഉപദേശമാണ് പറഞ്ഞു. എന്നെ എല്ലാവരും അരുതാഴിയെ പോലെ വചന. ചിലർ എന്നെ പറ്റി പറഞ്ഞ ആള് വചനം ഒന്നും പറയുന്നു. പിന്നെ ഇത്രയും നേരം പറഞ്ഞ കൊപ്ര കച്ചവടമാണോ? കൊപ്രയുടെ കണക്കാണോ പറഞ്ഞേ? ഇനി ഇത് കൂടുതൽ അങ്ങനെ വചനം പറയുന്നത് എനിക്കറിയത്തില്ല.
എന്നാലും അയാൾക്ക് വചനം ഒന്നും അയാൾ പറയുന്നു. ഇനി ഇത്ര വാക്യം വായിച്ചിട്ട് ചൂപ്പാട് വന്നില്ലേ, അമ്മയാണ് ഇനി മായ്ക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുക, മായ്ക്ക് പദം വന്നിരിക്കുക, ഇതെല്ലാം വാക്യമാണ്. അപ്പൊ യേശുവിന്റെ രീതി ഇതാ, ഉപദേശം, പ്രസംഗം, സൗഖ്യം അത്യാവശ്യമായിരുന്നു. കർത്താവ് നാടിന്റെ നന്മ സുവിശേഷിച്ചു, സകല രോഗികളെ യേശു സൗഖ്യമാക്കി, ശക്തമായ ഉപദേശം യേശു പറഞ്ഞു. പ്രസംഗം പ്രസംഗം കേമമല്ലേ, മത്തായി 5, 6, 7. അതുപോലെ ഒരു പ്രസംഗം ആര് ചെയ്തിട്ടുണ്ട്, നീ ആര് ചെയ്യും, ഒക്കത്തുമില്ല. ദൈവത്തിന് മഹത്വം. 3:10 സ്നാനം, 3:30 വേല, 3:10 സ്നാനം, 3:30 വേല, ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. സ്നാനം, 3:30 വേല, ഇങ്ങനെ ഭൂതന്റെ സഞ്ചരിച്ചു നാഥൻ. സ്നാനം, 3:30 വേല, ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. പാതി പല നേരം വേലകൾ ചെയ്തു ഭൂതപിശാചി തലയെ തകർത്ത പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. ശ്രദ്ധിക്കുക, ഒരിക്കൽ പ്രത്യക്ഷനായത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, പാപത്തിന് പരിഹാരം യേശുവിന്റെ രക്തത്താലാണ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടൊന്നും പാപം പരിഹരിക്കത്തില്ല. പാപം പരിഹരിക്കുന്നത് ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. ബലിയേറിയ രക്തം, പുണ്യാക രക്തം, വിശുദ്ധ രക്തം, പരിശുദ്ധ രക്തം. ആ രക്തത്താൽ സകല പാപങ്ങളും മോചിക്കും. ഒരിക്കൽ പ്രത്യക്ഷനായത് പാപപരിഹാരം വരുത്താനാണ്. ആ പാപപരിഹാരം വരുത്തി അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ഇനി അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷപ്പെടും. രണ്ടാമത്തെ പ്രത്യക്ഷതയ്ക്ക് 2 ഘട്ടം. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നതും അങ്ങനെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ആ രണ്ടാം വരവിന് 2 ഘട്ടം, മഹത്വ പ്രത്യക്ഷതയും. മേഘപ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ ഭൂമിയിലോട്ട് വരത്തില്ല. അവിടുന്ന് പ്രത്യക്ഷപ്പെടും, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും. പൗലോസ് പറയുക, എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം, ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇത് മറ്റ് ആൾക്കാർക്കൊന്നും ഈ പ്രത്യാശയില്ല. എന്തിനാ മറ്റേ ആൾക്കാര്, നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളവർക്കില്ലല്ലോ. ആ ഓട്ടോ ഇരിപ്പും കാണുമ്പോ അറിയാം. പിന്നെ ഇന്ന് തന്നെ പ്രോഗ്രാം, ഇന്ന് ഒരു പ്രോഗ്രാമും ഇല്ല, നമുക്ക് അവിടെ കൺവെൻഷൻ ഒന്ന് പോകാം, എന്നാ പോയേക്കാം. ചിലര് ആ ഇരിപ്പ് കാണുമ്പോ അറിയാം ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നെന്ന്. എന്നാ ചിലര് നല്ല പ്രത്യാശയോടായിരിക്കുന്നത്. അവർക്കറിയാം യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് തീത്തോസ് കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്. 1:2 വായിച്ചേ. 1:2 പെട്ടെന്ന്. രണ്ടുപേരോട് നിത്യജീവന്റെ പ്രത്യാശ. അതാ പ്രത്യാശ. ഒന്നുകൂടെ വായിച്ചു. വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ 1 മുതൽ വായിച്ചു. അപ്പൊ പിന്നെ തർക്കവും സംശയവും വേണ്ട. നമ്മുടെ രക്ഷിതമായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തർക്കസമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ. നമ്മുടെ ഈ പ്രത്യാശയ്ക്ക് ഒരു വിശേഷണ പദമാണ് നിത്യജീവന്റെ പ്രത്യാശ. ഈ പ്രത്യാശ വേറെ ആർക്കും ഇല്ല. ഇല്ല. എന്താണ് നമ്മുടെ പ്രത്യാശ? കാഹളം ധ്വനിക്കും,
യേശു വീണ്ടും വരും, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മൃതിയടഞ്ഞ വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. അത് പട്ടിയായിട്ടും പന്നിയായിട്ടും ഒന്നുമല്ല. ഉയർന്നു വരുമ്പോ അപ്പച്ചനാന്നാ തോന്നുന്നത്. എടാ അങ്ങനൊന്നും അല്ല ഉയർക്കുന്നത്, മവയെ പിടിച്ച പട്ടിയെ പോലാന്നോ? പണ്ട് രണ്ട് കൂട്ടർ തമ്മിൽ തർക്കം ഉണ്ടായപ്പം ഒരാളൊരു പാട്ട് പാടി, നിമിഷകവിയായിരുന്നു. പാട്ടിന്റെ വരി പാടിയ മിക്കവാറും തല്ലുകൊള്ളാന്ന് ഞാൻ പാടാം. അപ്പച്ചൻ കേൾക്കാനൊന്നും ഒക്കത്തില്ല, അവിടെ പരുവത്തിരുന്നാ മതി. ദൈവത്തിന് മഹത്വം. എന്നാലും മൂച്ചുണ്ടല്ലോ, അത് വലിയ കാര്യം. വാക്കിനകത്തായി ദൈവത്തിന് രണ്ടുപേരും തമ്മിൽ തർക്കം വന്നപ്പോഴേ പുള്ളി നിമിഷത്തിലൊരു പാട്ടങ്ങ് പുള്ളി പാടി. അപ്പൊ ശിഷ്യന്മാരത് കുറിച്ച് വെച്ചതാ. ക്രിസ്തു മാർഗത്തിൽ ചേരാൻ ഇത്ര മാത്രം മതിയോ? ഇതിന്റെ പ്രത്യാശ ഇതായതുകൊണ്ടാ. ക്രിസ്തു മതത്തിലല്ല, മാർഗമാണ്. മതത്തിലൊന്നും നീ ചേരണ്ട. ക്രിസ്തു മാർഗത്തിൽ ചേരാൻ ഇത്ര മാത്രം മടിയോ? ക്രിസ്തു മാർഗത്തിൽ ചേരാൻ ഇത്ര മാത്രം മടിയോ? ഞാൻ പാട്ടെഴുതി തരാൻ തന്നെ പാട്, എനിക്ക് ആരമില്ല. ഇതെല്ലാം മൊബൈൽ പാട്ടിരിക്കുക, കൊച്ചരിജൻ കയറിയിരിക്കുക പിടിപ്പിക്കാഞ്ഞത്. ഇതായി പിടിക്കരുതെന്ന് പറയുന്നതാണ്. ഇടയ്ക്ക് ഇങ്ങനെ പലതും വരും, അതൊക്കെ പിന്നെ പ്രശ്നമാണ്. ഞാൻ എത്ര നേരം കൊണ്ട് പറഞ്ഞു മുന്നോട്ട് കയറിയിരിക്കാൻ, ഇവിടെ ഇരിക്കായിരുന്ന കേൾക്കായിരുന്നു. എന്നാലും അവിടെ പിന്നെയും പമ്മി അന്നേരം ഓർക്കണമായിരുന്നു. എൻ്റെ ഇവര് കേട്ടു. ഇത്ര നേരം ഞാൻ തുടക്കത്തിൽ മുന്നോട്ട് പോകാന്ന്, അങ്ങനെ പോയി പമ്മി പുറകിരുന്നേച്ച് മതി. നമ്മുടെ പ്രത്യാശ നിത്യജീവന്റെ പ്രത്യാശയാണ്. ഈ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശ. എന്താണ് നമ്മുടെ പ്രത്യാശ? യേശു വീണ്ടും വരും, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മൃതികടഞ്ഞ വിശുദ്ധന്മാർ അവൻ ഉയർത്തു വരും. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. കാകല ധ്വനിയിങ്കൽ കടിതയുടെ ഉയർത്തി തിരുമുഖന്മാർ, കടിതയുടെ ഉയർത്തി ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ. ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ. ആർത്തും കൊച്ചിക്കും ആർത്തും കൊച്ചിക്കും ആർത്തും കൊച്ചിക്കും ആർത്തും കൊച്ചിക്കും. ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ ആനന്ദം പറഞ്ഞേ എനിക്കധികം. ട്രെയിൻ പോവാന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രത്യാശ ഇത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. ഇത് ഇതര ആൾക്കാർക്കില്ല. അതവിടെ കൊടുത്ത നിത്യജീവന്റെ പ്രത്യാശ. ഒന്നുകൂടെ 2-ാം വാക്യം വായിച്ചോട്ടെ. ദൈവദാസി 2-ാം വാക്യം. തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുമ്പ് വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ എന്താ നിത്യജീവന്റെ പ്രത്യാശ? അതാണ് നമ്മുടെ കുറുവാക്യം. ആമേൻ, സ്തോത്രം. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുക. അതാണ് നിത്യജീവന്റെ പ്രത്യാശ. 12-ാം വാക്യം വായിച്ചോ. 2:12 ലാസ്റ്റ് വാക്യമാ. എങ്കിലും 12-ാം വാക്യം അങ്ങ് വായിച്ചോ, അല്ലെ അതിന്റെ ലാസ്റ്റ് ഭാഗവും വായിച്ചോ.
തേജസ്സിന്റെ പ്രതീക്ഷയ്ക്കായിരിക്കും കാത്തുകൊണ്ട് ഭക്തിയുടെ പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത, അതാണ് നമ്മുടെ പ്രത്യാശ. യേശുക്രിസ്തു വീണ്ടും വരുമോ? വരും. എന്തിനാമേ ഉറക്കം പറ. ചേർക്കാനെ പോവോ? ഞാനേ ഓടനാവട്ടെ ജോർജിനോട് ചോദിച്ചു, ജോർജ് കർത്താവ് വന്നാ പോവോ? ഒത്ത പോണം. എടി ഒത്ത പോകാനല്ല, ഇതിനെ അക്ക് കളിക്കുകയാണോ? അക്ക് കളിക്കുക. അങ്ങനെ പണ്ടൊരു കളി ഉണ്ടായിരുന്നു, പെൺപിള്ളേരൊക്കെ അപ്പൊ ഈ വരയിലൊന്നും ചവിട്ടരുത് അതിനാ. പിന്നെ ഒത്തോ? നിങ്ങൾ അങ്ങനത്തെ കളി കണ്ടിട്ടില്ലേ? കളിച്ചിട്ടുണ്ടോ? എല്ലാം ഒത്തായിരുന്നോ? ആട്ടെ. അപ്പൊ ഒരു കളി, അയ്യോ ഇത് അക്കുകളിയല്ല. യേശുക്രിസ്തു വീണ്ടും വരും. അവിടുത്തെ വരവിൽ നീ കൈവിടപ്പെട്ടു പോകരുത്, നീ ഉപേക്ഷിക്കപ്പെട്ടു പോകരുത്. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി ഇനിയുള്ള വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതിനാൽ ഇണയില്ല കുറവ് പകൽ നരങ്ങും സുരലോകെ ചേരുവാൻ നരങ്ങും സുരലോകെ ചേരുവാൻ എന്റെ മണവാളന് എന്നിൽ കനിഞ്ഞവനേ നിന്റെ വരവിനു താമസം. എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസം ഏറെയാകുമോ? വരവിനു താമസം. മകത്വത്തിൻ പ്രഭുവൻ വെളിച്ചത്തിൻ പ്രഭയിനാൽ ജ്വലിച്ചെന്നൊരിതു എല്ലാം നീ തിനേവുവാൻ വെളിച്ചത്തിൻ സുഖനായി കാക്കണേ എന്നെ, വെളിച്ചത്തിൻ സുഖനായി കാക്കണേ എന്റെ മണവാളനെ എന്നിൽ വരവിനോദാമസം. സദാകാല വിവാദത്തിൽ ഒരുങ്ങുന്ന മണ്ണവാക്കി തിരഞ്ഞെടുത്തതുമോർത്തു വാഴ്ത്തുന്നേ എന്നെ, തിരഞ്ഞെടുത്തതുമോർത്തു വാഴ്ത്തുന്നേ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവ് നിന്റെ വരവിനു താമസം. മഹത്വം കൊടുക്ക. ഓടിച്ചു നിർത്താം മതി, പെട്ടെന്ന് നിർത്തട്ടെ. എല്ലാവർക്കും പ്രത്യാശ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇനി ഇപ്പൊ ഇരുത്തിയിട്ടും വലിയ കാര്യമൊന്നും. അപ്പൊ നമ്മുടെ പ്രത്യാശ നിത്യജീവന്റെ പ്രത്യാശ. ആ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എപ്പോ നടക്കും? എപ്പോഴാ വരുന്നേ? യേശു എപ്പോഴാ വരുന്നെന്ന് നാളെ അച്ചായൻ പറഞ്ഞു, പുള്ളിക്ക് എപ്പോ വേണേലും വരാമല്ലോ. അതെ, നിനയാത്ത നാഴികയിൽ 24:3 വായിച്ചേ മത്തായി, പെട്ടെന്ന്. അവൻ ഒരു ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അവിടുത്തെ അടുക്കൽ വന്നു. അടുത്ത വാക്യം, അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഇത് എപ്പോൾ സംഭവിക്കും? അപ്പൊ കർത്താവ് എന്തുവാ പറഞ്ഞത്? അതിന് യേശു പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഭാഗമൊക്കെ താഴോട്ട് മർക്കോസ് 13 ഒക്കെ ചേർത്ത് പഠിക്കണം. യോഹന്നാൻ 14 ലൂക്കോസ് 21 ഒക്കെ ചേർത്ത് പഠിച്ചാൽ ടൈം പറഞ്ഞിട്ടില്ല, ലക്ഷണം പറഞ്ഞിട്ടുണ്ട്.
ഇനി ഏത് സമയമാണെന്ന് കൃത്യം പറഞ്ഞിട്ടില്ല. നിലച്ചിരിക്കാത്ത സമയത്താ നാഴികയില്ല വരുന്നത്. TPM-കാര് പാടുന്നൊരു പാട്ടുണ്ട്, വരുന്നൊരു പ്രിയനെ നിനയാത്ത നേരത്തിൽ. ഉറക്കെ പാടണേ. നിങ്ങൾ കൊട്ടരുത്, പാടിക്കോട്ടെ. നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ നിനയാത്ത നേരം. അമ്മയുടെ പേരെന്നെ അമ്മേ? അമ്മക്കുട്ടി TPM-ലായിരുന്നോ? എന്നാലും പാട്ടറിയാവല്ലോ. നമ്മുടെ ആളാണോ? അത് തോന്നി. കയറി കേൾക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കൊള്ളാം, നല്ല അമ്മക്കുട്ടിയാ, നന്നായിരിക്കുന്നു. നല്ല പാട്ടാ, എന്നാലും കയറി ഏറ്റ് പാടിയല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് രണ്ടുകൂടെ പാടാം. ഒരു വരുന്നൊരു പ്രിയനെ നിനയാത്ത നേരത്തിൽ വരുന്നൊരു പ്രിയനെ എതിരേൽക്കുവാൻ സദാ ഉണർവോടിരിക്കുന്ന ഉണർവോടിരിക്കുന്ന പരമാർത്ഥമായുള്ള വെളിച്ചത്തിൻ താതന്റെ പരമാർത്ഥമായുള്ള വെളിച്ചത്തിൻ താതന്റെ പരിശുദ്ധ സംഗമം സന്താനമാണു നാം. പരിശുദ്ധ സംഗമം സന്താനമാണു നാം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ട് നാം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ട് നാം. ഒളിയിൻ സർവായുധ വർഗം ധരിക്കണം. ഒളിയിൻ സർവായുധ വർഗം ധരിക്കണം. പരമേശ്വരാജന്റെ മണവാട്ടിയാകുവാൻ പരമേശ്വരാജൻ ക്ഷണിക്കപ്പെട്ടവരെ ഗുണനീടമേ നിങ്ങൾ. ക്ഷണിക്കപ്പെട്ടവരെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രത്യാശയുടെ വിശേഷണ പദം നിത്യജീവന്റെ പ്രത്യാശ. എന്താ ഈ പ്രത്യാശ? യേശുക്രിസ്തു പ്രത്യക്ഷനാകും. എപ്പോൾ? കൃത്യസമയം പറഞ്ഞിട്ടില്ല. നിന്റെ അറിവിൽ ലോകാവസാനത്തിനും കൃത്യം അവൻ ടൈം പറയാം, പക്ഷെ ലക്ഷണമുണ്ട്. ഇനി ഓടിച്ച് പറയാം, ഒത്തിരി ഉണ്ട്. അതിലൊരു ലക്ഷണം മഹത്വ പ്രത്യക്ഷതയും കൂടെ ചേർത്ത 24 മത്തായി. എങ്കിലും പറഞ്ഞു വന്ന കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞു, അതായത് നോഹയുടെ കാലം പോലെ. എന്തുവാ നോഹയുടെ കാലം? നോഹയുടെ കാലത്തില് ഒരു കാലം എല്ലാവരും ബോധിച്ച പോലെ നടക്കുന്നത്, അല്ലേ? ബോധിച്ച പോലെ നടക്കുന്നത്. കാരണം ബോധിച്ചവരെ പ്രാർത്ഥിച്ചെടുത്തെന്നല്ല, ബോധിച്ചവരെ. പണ്ടൊരാൾ ഒരു സഭയെ ശുശ്രൂഷിച്ചു. അപ്പോൾ അവിടുന്ന് തന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പം പുള്ളിയുടെ കല്യാണം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളി കല്യാണം പറഞ്ഞ കല്യാണം എല്ലാം ഉറപ്പിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, വെണ്ണ വിടാ? അവിടുന്ന് തന്നെ എന്ന് പറഞ്ഞു. അപ്പം കേട്ടിരുന്ന പുള്ളി പറഞ്ഞു, അത് ദശാംശം എടുത്താന്ന്. പത്തിലൊന്ന്. ബോധിച്ചത് പോലെ വായിച്ചു. 36 പെട്ടെന്ന് വായിച്ചു. 36 നിങ്ങൾക്ക് ദശാംശം വേണമെന്നാണ്. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം ഒന്നുകൂടെ വായിച്ച സഹോദരി. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ദൈവത്തിന് മഹത്വം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ഇങ്ങനെ തന്നെ ബോധിച്ചെന്ന ആ 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17-ന്റെ 6.
ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ആ. ബോധിച്ചതുപോലെ ഓരോരുത്തരും ബോധിച്ചതുപോലെ നടന്നു. അങ്ങനെ ബോധിച്ചതുപോലെ. ഈ ബോധിച്ചതുപോലെ അതിന് ശബ്ദം ഉണ്ടെന്ന് തോന്നി. ശബ്ദമില്ലേ മോനെ? ചൂടെന്ന് തോന്നി. ഓരോരുത്തർ ബോധിച്ചതുപോലെ നടന്നു. ബോധിച്ചതുപോലെ നടന്നു. അവിടെ ബോധിച്ചതുപോലെ നടന്നു. 17:6 വേറൊരു വാക്യമുണ്ട്, തനിക്ക് ബോധിച്ചതുപോലെ. അങ്ങനെ വാക്യം തരാം. 21:25 വായിച്ച ന്യായാധിപന്മാര് തന്നെ 21:25. ഇവിടെ ബോധിച്ചതുപോലെ നടന്നെന്ന 21:25 ഏറ്റവും ലാസ്റ്റ് ചൂണ്ടുവരൽ വെച്ചെടുത്ത് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ. അങ്ങനെ ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആയി. 17:6 ബോധിച്ചതുപോലെ. അത് ഒന്നുകൂടെ ക്ലിയർ ആക്കി, തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അത് തന്നെ ബോധിച്ചതുപോലെ എടുക്കുക. മനുഷ്യപുത്രന്റെ വരവിലും ഇങ്ങനെ. ഇപ്പം സഭയിലാണെങ്കിലും ബോധിച്ചതുപോലല്ലേ. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളപ്പം വരാം, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകാം, കൈ പൊക്കണേ പൊക്കാം, പാട്ട് പാടണേ പാടാം, പാടണ്ടേ പാടണ്ട, ഇരിക്കണേ ഇരിക്കാം, ഇടയ്ക്ക് പോണേ ഇടയ്ക്ക് പോകാം, നേരത്തെ വരുന്നെങ്കിൽ നേരത്തെ വരാം, താമസിച്ച് വരുന്നെങ്കിൽ താമസിച്ച് വരാം, സാക്ഷി പറയുന്നിടം വരെ ഇരിക്കണേ ഇരിക്കാം, പറഞ്ഞേച്ചാന്നേലും പോകാം, സ്വോത്രകാഴ്ച ഇട്ടേച്ച് പോകാം, ഇടാതെ പോകാം, എടുത്തോണ്ടും. ഇപ്പൊ നമുക്ക് സ്വോത്രകാഴ്ച എടുക്കാം. അവൻ ആദ്യമായിട്ട് വന്നു, അവനോർത്തെല്ലാം കൊണ്ടുവരുമ്പോൾ എടുക്കുകയായിരുന്നു, അവനങ്ങ് എടുത്തു. അവൻ നമ്മൾ കുറ്റമൊന്നും പറയാനൊക്കത്തില്ല, നമ്മൾ എടുക്കണമെന്നാവാം, സ്വോത്രകാഴ്ച എടുക്കാം. അവൻ എന്നിട്ട് പറഞ്ഞു, നീ യോഗം കൊണ്ടേ പറയണമെന്ന്. അവൻ അഭിപ്രായം പറഞ്ഞു, യോഗത്തിന് പോകുന്നെങ്കിൽ ഇവരുടെ യോഗത്തിന്. അപ്പോൾ ഒരു കാര്യം പറയാം, ബോധിച്ചതുപോലെ. നോഹയുടെ കാലം ഇതാ. മാത്രമല്ല നോഹയുടെ കാലം ഒത്തിരി ഉണ്ട്, ഒത്തിരി പറയാനുണ്ട്. ഈ നോഹയുടെ കാലത്ത് അന്ന് ആരാധനയാ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ഒരു കണ്ണികയുണ്ട്, 5-ന്റെ നേരെ മേളിൽ ഒരു ചെറിയ കണ്ണിക. അതൊന്ന് വായിച്ചേ. ആദാം അങ്ങനല്ലേ? അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള അല്ലല്ല, ആ കണ്ണിക അതല്ലല്ലോ, വാക്യത്തിൽ ജീവിതം ആരംഭിച്ചു ഒരു കുഞ്ഞുണ്ടായിരുന്ന അവളൊരു മകനെ പ്രസവിച്ചു. കയ്യിൽ കൊന്ന ഹാബേലിന്റെ പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ട് ഷേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അങ്ങനല്ലേ സ്റ്റാർട്ട് ചെയ്യും. എവിടാ? റാന്നിയില് ബിൽഡിങ്ങിന്റെ മണ്ടേ. എത്ര പേരുണ്ട്? ഒരു തള്ളയുണ്ട്, ശ്വാസം വിടാത്തൊരു അച്ചായി ഉണ്ട്, പിന്നെ ഓർഗൻ വായിക്കാനൊരു മോനുണ്ട്. അവൻ ഇങ്ങനെ, നിന്റെ കാര്യമല്ല പറഞ്ഞു, അവന് എന്നെ പ്രാകും. തുടങ്ങി ആരാധന തുടങ്ങി. ഇത് കണ്ടിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലും ആൾക്കാർ തുടങ്ങി. മേളി നിന്ന് കണ്ണെ നോക്കി ആരാധന. ഇപ്പൊ പിന്നെ ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലായിടത്തും ആരാധന. നോഹയുടെ കാലമായി പറഞ്ഞത്, ആരാധന തുടങ്ങി. പക്ഷെ ഒരു കാര്യം പറയാം, ആരാധനയാണ്. പക്ഷേ വർഷിപ്പ് ലീഡർമാരും പാട്ടുകാരും കൺവെൻഷൻ പ്രസംഗകരും ബൈബിൾ ക്ലാസ് ഇഷ്ടം പോലെ എല്ലായിടത്തും ആരാധന, എല്ലായിടത്തും പ്രസംഗം, എല്ലായിടത്തും കൺവെൻഷൻ നല്ലതാണ്. പക്ഷേ തമ്പുരാൻ നോഹയോട് പറഞ്ഞു, കൺവെൻഷനും കൊണ്ട് എല്ലാം ബോധിച്ച പോലെ നടക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്കും ആരാധന ഇരിക്കുന്ന 3 മണിക്കൂറേ ഉള്ളൂ. ഇതുങ്ങളെല്ലാം ഒരുമാതിരി പരുവത്തിന് ഇരിക്കുന്ന. ബാക്കി 21 മണിക്കൂറും മിക്കവരും ബോധിച്ച പോലെ. സൺഡേ ആ വരവ് കാണുമ്പം നമ്മളോർക്ക് എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമെന്ന്. പിന്നെ ബോധിച്ച പോലെ. അതുകൊണ്ട് നമ്മൾ ഞാൻ ജനത്തെ നശിപ്പിക്കാൻ പോവാ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു പെട്ടകം ഉണ്ടാക്കണം. മനം കൊണ്ട് പെട്ടകമുണ്ടാക്കി 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, ഏകവാതില്, 3 തട്ട്, പല കോഷ്ടങ്ങൾ, സർജരസ ചാന്ത് കൊണ്ട് ഇതെല്ലാം ക്രമപ്പെടുത്തണം. പ്രമാണം കൊടുത്ത് പ്രമാണപ്രകാരം നോക പെട്ടകം വേണത് വിസ്തരിക്കുന്നില്ല, അറിയാമല്ലോ. പെട്ടകത്തിനകത്ത് ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും അതിനെ കയറ്റണം.
ഇടജാതിയും മൃഗജാതിയും പറവജാതിയും കയറി, മനുഷ്യജാതിയിൽ 8 പേര് കയറി. നോഗയും നോഗയുടെ ഭാര്യയും 3 ആമ്പിള്ളേരും അവരുടെ ഭാര്യമാരും അകത്ത് കയറി. ദൈവം വാതിലും അടച്ചു. മേളിലത്തെ ഉറവയും തുറന്നു, താഴത്തെ ഉറവയും തുറന്നു, വെള്ളം പൊങ്ങി. വിവരിക്കുന്നില്ല, അറിയാവുന്നത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവം വന്ന് വാതിലടച്ചു, വെള്ളവും പൊങ്ങി, ഈ പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെട്ടത് എത്ര പേരാ? ഉറക്കെ പറഞ്ഞു. 8 പേര്. 4ന്റെ ഒടുവിൽ വായിച്ചത് ഏനോഷിന്റെ കാലത്ത് ആരാധന തുടങ്ങി. എല്ലായിടത്തും ആരാധന, എല്ലായിടത്തും വർഷിപ്പ്, എല്ലായിടത്തും ഫാസ്റ്റിംഗ് പ്രയർ. 21, 21, 40, ഈ മഴ, അഗ്നിമഴ, കൽമഴ, പെരുമഴ, ബിനാമീസ്, കൊയ്ത്ത്, മേതി, കറ്റകെട്ട്, ഇതൊക്കെയാണല്ലോ. എല്ലാം കൊണ്ട് നല്ല കാര്യം. വെള്ളം കുടിക്കാതെ ചാകാതെ രക്ഷപ്പെട്ടത് എത്രയാ? 8. ഈ ആരാധിച്ച മനുഷ്യനല്ലേ എന്ത് ചെയ്യേ? ആരാധന തുടങ്ങിയെന്നല്ലേ? ചില പറയും ആരാധിച്ചോ വിടുതലാണ്. ഉമ്മാതാ ആരാധനയെ പ്രമാണത്തിൽ നിന്ന് ആരാധിക്കണം. ചുമ്മാ ആടുക കൊണ്ടോ ജീസസ് എന്ന് പറഞ്ഞുകൊണ്ടോ തമ്പേരും ഹാർമോണിയവും മൃദംഗവും തബല് ഇങ്ങനെയുള്ള വാദ്യം അതൊക്കെ നല്ലതാ. ഇതുകൊണ്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞ് എരപ്പിച്ചത് കൊണ്ടോ മൂപ്പിച്ചത് കൊണ്ടോ ആരൊക്കെ പ്രമാണത്തിൽ നിൽക്കും അവരിതിനകത്ത് കയറി രക്ഷപ്പെടും. വ്യവസ്ഥയില്ലാതെ പ്രമാണമില്ലാതെ ഈ ചാട്ടോ മേളോ ആട്ടോ നടത്തിയാൽ മുഴുവൻ വെള്ളം കുടിച്ച് ഒറ്റവാക്കി പറഞ്ഞാൽ മുഴുവൻ നഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ നന്നായിട്ട് ഭാഗമൊക്കെ വന്ന് പറയണമെന്നൊക്കെ ഓർത്തടാ. ഇപ്പം ഇത്രയോ സമയം പോയി. നിങ്ങൾ എന്തായാലും ഇതുവരെ എന്നെ സഹിച്ചിരുന്നതിന് വലിയ കാര്യം. എനിക്ക് പറയാനുള്ളത്, യേശുവിൻ്റെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. ഇത് ഭാഗ്യകരമായ പ്രത്യാശയ. കൈവിടപ്പെടാതിരിക്കണമെങ്കിൽ, ചേർക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു പദമുണ്ട്: ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ച് വേണം ജീവിക്കാൻ. ഭക്തിക്ക് കോട്ടം തട്ടുന്ന, ഭക്തിക്ക് ഹാനി വരുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. അതിനോട് വിട പറയണം. പ്രപഞ്ചമോഹങ്ങളെ അവൻ വർജിക്കണം. ദൈവത്തിന് മഹത്വം. പ്രപഞ്ചമോഹങ്ങളെ വർജിക്കണം. മോനെ, നിനക്കൊരു കസേര എടുത്തിരിക്കാൻ മേലായിരുന്നോ? നീ നിന്ന് കാല് കുഴയുന്നല്ലോ. സ്തോത്രം. പ്രപഞ്ചമോഹങ്ങളെ ഞാൻ വിവരിക്കുന്നില്ല. യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ആരാ വരവിൽ പോകുന്നത്? ലാസ്റ്റ് യോഗമല്ലേ ഈ വർഷത്തെ? മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് എടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ വിശ്വസിച്ചും ജീവിച്ചും ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധ ചേർക്കാൻ യേശു വീണ്ടും വരും. പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്തി വെച്ച് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥന നടത്താം. 1 മിനിറ്റ് എഴുന്നേക്കാൻ പറ്റുന്നവരെ ഇറങ്ങി പോകരുത്. ഒക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി, ആ ഉണ്ടെങ്കിൽ ഒന്ന് വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും. രക്ഷിതാവ് രാജവാൻ അതിൽ വാഴുന്നു. രക്ഷിതാവ് രാജവായ ഇമ്പമായ പോലും കേൾക്കുന്നു. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ
അനുഗ്രഹിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ഇതുവരെ എന്നെ സഹിച്ച് കേട്ടിരുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. രാജംബാസടക്കമുള്ള കർത്തദാസന്മാർ, വേദിയിലുള്ളവർ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് കർത്തനാമത്തിൽ വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥന.